അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നാണ്. അപ്പൊ കഴിഞ്ഞ ഭാഗത്ത് 12ാമത്തെ ഭാഗത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ച്, ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആ വിവാഹത്തെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ വിവാഹം അവിടെ അരങ്ങേറി അതിനുശേഷം മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച സന്ദർഭത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അതിനുള്ള കാരണം, ഒന്നാമതായിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഒറ്റക്കായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അത്രയും കാലം റസൂലുള്ളാഹി താമസിച്ചുകൊണ്ടിരുന്നത് അബൂ ത്വാലിബിന്റെ വീട്ടിലാണ്. അബൂ ത്വാലിബ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങേയറ്റം ദരിദ്രനാണ്. അദ്ദേഹത്തിന് 6 സന്താനങ്ങളുടെ 6 സന്താനങ്ങളെ പരിചരിക്കാൻ തന്നെ അദ്ദേഹം നന്നേ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറി. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞപ്പോ ഒരല്പം സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയെല്ലാം റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കാലം തന്നെ പൊന്നുപോലെ പരിചരിച്ച അബൂ ത്വാലിബിന് തിരിച്ചു വല്ല ഉപകാരവും ചെയ്യാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഭാഗമായിട്ട് പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കൂടി ആലോചിച്ചതിന് ശേഷം അബൂ ത്വാലിബിന്റെ 2 സന്താനങ്ങളെ ഈ 2 ആളുകൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവര് 2 ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിന്റെ ഇളയ മകനായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതേ സന്ദർഭത്തിൽ അബൂ ത്വാലിബിന്റെ മറ്റൊരു മകനായിരുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ 6 കുട്ടികളിൽ നിന്നും ഈ 2 ആളുകളെ ഇവരെ ഏറ്റെടുത്തോടുകൂടി അബൂ ത്വാലിബിന് അതൊരു വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് വരികയാണ്. ചില റിപ്പോർട്ടുകളിൽ, അതായത് മുലകുടിപ്രായം കഴിഞ്ഞ ഉടനെ, മറ്റുള്ള ഏതായിരുന്നാലും ഒരു 10 വയസ്സ് ചോടപ്രായമുള്ള സന്ദർഭത്തിൽ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന് പിന്നീടുള്ള കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും കീഴിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അപ്പൊ ആ വീട്ടിൽ, റസൂലുള്ളാഹിന്റെ വീട്ടിൽ അലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, പിന്നീടുള്ള 2 ആളുകൾ, നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നാം പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ വിവാഹത്തിൽ അവർക്ക് പിറന്ന 2 ആൺ സന്താനങ്ങൾ ഹാലയും ഹിന്ദും, ഈ 2 ആൺകുട്ടികൾ ഓൾറെഡി ആ വീട്ടിലുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്ന് 3 ആളുകളായി. അതല്ലാതെ 4ാമതായിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആരാണ് സെയ്ദ് ഇബ്നു ഹാരിസ? അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഈ ഒരു ഭാഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പേ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടായിരുന്ന അവരുടെ ഭൃത്യനായ ഒരു കുട്ടിയാണ് സെയ്ദ് ഇബ്നു ഹാരിസ. ആ സെയ്ദ് ഇബ്നു ഹാരിസ വീട്ടിലേക്ക് എത്തിയതിന്റെ പിന്നിൽ മനോഹരമായിട്ടുള്ള ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താന്ന് വെച്ചാൽ, സെയ്ദ് ഇബ്നു ഹാരിസ ജനിക്കുന്നത് യമനിലുള്ള ബനൂ കൽബ് ഗോത്രത്തിലാണ്. യമനിലുള്ള ഖഹ്ത്വാനി അറബികളിൽപ്പെട്ട ഒരു ഗോത്രമാണ് ബനൂ കൽബ്. ഖഹ്ത്വാനികളും അദനാനികളും 4ാമത്തെ എപ്പിസോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത് അറബികളെ നമ്മൾ തരംതിരിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് അദ്നാനി അറബികളാണ്. ഖഹ്ത്വാനി അറബികളിൽപ്പെട്ട ഒരു ഗോത്രമാണ് ബനൂ കൽബ്. നേരത്തെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ബനൂ കൽബ് ഗോത്രം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പല സന്ദർഭത്തിലും കടന്നു വരുന്ന, അതായത് ദിഹിയ അൽ കൽബി എന്നറിയപ്പെടുന്ന ആ സ്വഹാബി എല്ലാം ഉൾക്കൊള്ളുന്ന പ്രസിദ്ധ ഗോത്രമാണ് ബനൂ കൽബ്. ഈ ബനൂ കൽബ് ഗോത്രത്തിലാണ് സെയ്ദ് ഇബ്നു ഹാരിസ ജനിച്ചു വീഴുന്നത്. അദ്ദേഹം 8-9 വയസ്സ് വരെ ആ കുട്ടി മാതാപിതാക്കളോടൊപ്പം അവിടെ ജീവിച്ചു. മാതാവിന്റെ പേര് സുഅദ, പിതാവിന്റെ പേര് ഹാരിസ്. അതുകൊണ്ടാണ് സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പേര് വരാനുള്ള കാരണം. അപ്പൊ മാതാപിതാക്കളോടൊപ്പം ആ കുട്ടി വളരാണ്. ആ മാതാവും പിതാവും രണ്ടും 2 വ്യത്യസ്ത ഗോത്രക്കാരായിരുന്നു. ആ ഗോത്രം കാലങ്ങളായിട്ട് പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു സന്ദർഭത്തിൽ ഈ കുട്ടി, സെയ്ദ് എന്നറിയപ്പെടുന്ന ആ കുട്ടി, മാതാവിനോടൊപ്പം അവരുടെ ചില ബന്ധുക്കൾ, അതായത് ബനൂ മഅ്മൻ ഗോത്രത്തിലുള്ള അവരുടെ ചില ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ദൗർഭാഗ്യവശാൽ ഒരു കൊള്ള സംഘം വന്ന് ഈ കുട്ടിയെ മാതാവിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് പോവാണ്. കൊള്ള സംഘം വന്നിട്ട് ആ മാതാവിന്റെ കൈകളിൽ നിന്നും ആ കുട്ടിയെ തട്ടിയെടുത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ, അതായത് ഉക്കാല അടിമച്ചന്തയിൽ പോയിട്ട് ആ കുട്ടിയെ വിറ്റു. പ്രത്യേകം മനസ്സിലാക്കുക, ആ കുട്ടി അടിമയല്ല, അടിമ കുടുംബത്തിലല്ല കുട്ടി ജനിക്കുന്നത്. കുട്ടി സ്വതന്ത്രനാണ്. പക്ഷേ സ്വതന്ത്രനായ കുട്ടിയെ അവര് തട്ടിയെടുത്ത് അടിമയാക്കി അടിമച്ചന്തയിൽ വിൽക്കുകയാണ് ചെയ്തത്. ഏകദേശം
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സമാനമായിട്ടുള്ള ചരിത്രം, അതല്ലെങ്കിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കഥയിലെല്ലാം സമാനമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അതേ രൂപത്തിൽ ഉക്കാല ചന്തയിൽ പോയിട്ട് ആ കൊള്ളക്കാര് ആ കുട്ടിയെ വിളിക്കുകയാണ്. ആ ഉക്കാല ചന്തയിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങുന്നത് ഹക്കീം ഇബ്നു ഹിസാമാണ്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ ഭാഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ച സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ ഹിസാമിന്റെ മകനായ ഹക്കീം ഇബ്നു ഹിസാം, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രൻ. അവർ ആ ഉക്കാല ചന്തയിൽ നിന്നും ആ കുട്ടിയെ, അതായത് സെയ്ദ് ഇബ്നു ഹാരിസ എന്നറിയപ്പെടുന്ന ആ കുട്ടിയെ അവര് വാങ്ങിയതിനു ശേഷം ആ കുട്ടി അവര് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനിച്ചു. ഒരു റിപ്പോർട്ടിൽ സമ്മാനിച്ചു, മറ്റൊരു റിപ്പോർട്ടിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആവശ്യപ്രകാരമായിരുന്നു അവർ ആ ഉക്കാല ചന്തയിൽ നിന്നും വാങ്ങിയത്. രണ്ട് രൂപത്തിലുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അങ്ങനെയാണ് ആ സെയ്ദ് ഇബ്നു ഹാരിസ എത്തുന്നത്. പിന്നീട് ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യനായിട്ട് ആ വീട്ടിൽ ജീവിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ ആ കുട്ടി, അതായത് സെയ്ദ് ഇബ്നു ഹാരിസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായിട്ട് നൽകി, ഭൃത്യനായിട്ട് നൽകി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെയ്ദ് ഇബ്നു ഹാരിസയെ ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി അവനെ സ്വതന്ത്രനാക്കിയ സന്ദർഭത്തിലും സെയ്ദ് ഇബ്നു ഹാരിസ ആ വീട്ടിൽ റസൂലുള്ളാഹിനെയും പരിചരിച്ചുകൊണ്ട് പ്രവാചകന്റെ ഭൃത്യനായിട്ട് ആ വീട്ടിൽ താമസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൂടെ അവിടെ താമസിച്ചു. അതേ സന്ദർഭത്തിൽ മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മകനെ നഷ്ടപ്പെട്ടതു ശേഷം മാതാവ് സുഅദയും അതേപോലെ തന്നെ പിതാവ് ഹാരിസയും അവര് മകനെ ഓർത്ത് വിലപിക്കാത്ത ദിവസങ്ങളില്ല. അവര് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദിനേന നഷ്ടപ്പെട്ട മകനെ ഓർത്തിട്ട് അവർ കരയും. ആ മകന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും അവർക്കറിയില്ല. വല്ലാത്തൊരു പരീക്ഷണമാണ്. നമുക്കറിയാം, മക്കള് മരണപ്പെട്ടു കഴിഞ്ഞാല് മരണപ്പെട്ടു എന്ന് സമാധാനിക്കാം, പക്ഷേ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നഷ്ടപ്പെടുക എന്നുള്ളത് വല്ലാത്ത പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള കഠിന പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പൊ മകന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. മകനെ ഓർത്ത് കരയാത്ത ദിനങ്ങളില്ല, മകനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ അവരുടെ ആ വിഷമം നാട്ടിലുള്ള സർവ്വ ആളുകൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഒരുപാട് കാലങ്ങൾ പിന്നിട്ടതിന് ശേഷം ഒരിക്കല് ഈ പിതാവ് ഹാരിസയുടെ ചില ബന്ധുക്കള് അവര് മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി എത്തിയ സന്ദർഭത്തിൽ യാദൃച്ഛികമായിട്ട് നഷ്ടപ്പെട്ട സെയ്ദിനെ അവര് മക്കയിൽ വെച്ച് കാണാൻ. അപ്പൊ അവര് കണ്ട ഉടനെ തന്നെ അവര് ആ കുട്ടിയെ തിരിച്ചറിഞ്ഞു. കുട്ടി എവിടെയാണ് ജീവിക്കുന്നതെല്ലാം അന്വേഷിച്ചതിന് ശേഷം അവര് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ പിതാവ് ഹാരിസയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നഷ്ടപ്പെട്ട സന്താനം മക്കയിലുണ്ട്, മക്കയിൽ അബ്ദുൽ മുത്തലിബിന്റെ സന്താനത്തോടു കൂടെ അവിടെ ജീവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ വിവരം അറിയിച്ച ഉടനെ തന്നെ പിതാവിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം മകന് ജീവിച്ചിരിക്കുന്നുണ്ട്, മകന് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തുണ്ടെന്ന് പിതാവ് അറിയാൻ മാതാപിതാക്കൾ അതിയായി സന്തോഷിച്ചു. ആ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മകനെ വീണ്ടെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ആ മോചനദ്രവ്യം എല്ലാം കയ്യിലെടുത്ത് പിതാവിന്റെ സഹോദരനായ കഅബും ഉടനെ തന്നെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിലെത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അന്വേഷിച്ച് കണ്ടെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ സമീപത്തിരിക്കുകയാണ്. അവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ആദ്യം പ്രവാചകനെ ഒരുപാട് അവർ വാഴ്ത്തി. അങ്ങനെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ ആദ്യം ഒരുപാട് വാഴ്ത്തണം. അവര് വന്നിട്ട് റസൂലുള്ളാഹിനോട്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, നിങ്ങൾ ഈ ദേവാലയത്തിന്റെ കഅബാലയത്തിന്റെ പരിചാരകരാണ്, ഇവിടെ വരുന്ന അഗതികൾക്കെല്ലാം നിങ്ങൾ ഭക്ഷണവും പാനീയെല്ലാം നൽകുന്ന വലിയ മനസ്സിന്റെ ഉടമകളാണ്, നിങ്ങൾ കാരുണ്യമുള്ള ആളുകളാണ്. ഇതേ രൂപത്തിൽ ഒരുപാട് റസൂലുള്ളാഹിനെ അദ്ദേഹം വാഴ്ത്താൻ തുടങ്ങി. അപ്പൊ അപരിചിതരായിട്ടുള്ള രണ്ടാളുകൾ വന്നിട്ട് ഇതേ രൂപത്തിൽ തന്നെ വാഴ്ത്തുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്തോ ഒരു കാര്യം ലഭിക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം റസൂലുള്ളാഹിക്ക് മനസ്സിലായി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഉടനെ തന്നെ ഹാരിസ, അതായത് സെയ്ദിന്റെ പിതാവായിട്ടുള്ള ഹാരിസ, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അധീനതയിൽ, അതായത് നിങ്ങളുടെ വീട്ടിൽ വളരുന്ന എന്റെ മകന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ അവന്റെ പിതാവാണ്, ദയവ് ചെയ്ത് അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള തുക, എത്ര പണം നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഞാൻ തരാം. ഒരിക്കലും നിങ്ങൾ ഈ എന്റെ ആവശ്യം നിങ്ങൾ തിരസ്കരിക്കരുത്. ആ രൂപത്തിൽ പിതാവ് പറയാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, ഏത് മകനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ആ സന്ദർഭത്തിൽ ഹാരിസ പറഞ്ഞു, എന്റെ മകൻ സെയ്ദിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം എല്ലാം കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, നിങ്ങൾ ഓഫർ ചെയ്യുന്ന പണം എനിക്ക് വേണ്ട, ഈ ഒരു കാര്യത്തിൽ അവനാണ് തീരുമാനിക്കേണ്ടത്.
അവനാണ് തീരുമാനിക്കേണ്ടത്. കാരണം സെയ്ദ് ബിൻ ഹാരിസ സന്ദർഭത്തിൽ 10-ലധികം വയസ്സിൽ മുതിർന്ന പ്രായക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് തീരുമാനിക്കട്ടെ. അവന് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അവന് നിങ്ങൾക്ക് കൊണ്ടുപോകാം, എനിക്ക് പണമൊന്നും വേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ മറുപടി പറഞ്ഞു. അത് കേട്ടതോടുകൂടെ പിതാവ് അങ്ങേയറ്റം സന്തോഷിക്കാണ്. കാരണം യാതൊന്നും തരേണ്ടതില്ല. ഇതേ രൂപത്തിൽ പ്രവാചകൻ മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീണ്ടും വാഴ്ത്താൻ തുടങ്ങി. നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം കാരുണ്യവാനാണ് നിങ്ങൾ നീതിമാനാണ്. അതേ രൂപത്തിൽ റസൂലുള്ളാഹിനെ ഒരുപാട് പുകഴ്ത്തി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകൻ സെയ്ദിനെ വിളിപ്പിച്ചു. മറ്റൊരു കാര്യം പോസ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സെയ്ദ് ബിൻ ഹാരിസയെ സ്നേഹിച്ചിരുന്നു. സ്വന്തം മകനെ പോലെയാണ് റസൂൽ വളർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവനെ പിരിയാൻ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസമുണ്ട്. പക്ഷേ സ്വന്തം പിതാവിനേക്കാൾ വരുന്ന ബന്ധമല്ല അത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ ആ മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. സെയ്ദിനെ വിളിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഈ രണ്ടാളുകളെ ചൂണ്ടിക്കൊണ്ട് റസൂൽ ചോദിച്ചു, ഈ രണ്ടാളുകളെ നിനക്കറിയോ? ആ സന്ദർഭത്തിൽ സെയ്ദ് ബിൻ ഹാരിസ പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, എനിക്കറിയാം, ഇതെന്റെ ഉപ്പ ഹാരിസ, മറ്റേതെന്റെ എളാപ്പ കഅബ്. ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ആ കുട്ടിയെ കൊള്ളക്കാര് തട്ടിയെടുക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിക്ക് 8-9 വയസ്സ് പ്രായമുണ്ട്. അതെല്ലാം തിരിച്ചറിയുന്ന, എല്ലാം ഓർമ്മയുള്ള ഒരു പ്രായത്തിലാണ് കുട്ടിയെ തട്ടിയെടുത്തത്. കുട്ടിക്ക് മാതാപിതാക്കളെയും ബന്ധുക്കളെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ടാളുകൾ വന്നിട്ടുള്ളത് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. നിനക്കിഷ്ടാണെങ്കിൽ ഇവരുടെ കൂടെ പോകാം, അതല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാം. സുബ്ഹാനല്ലാഹ്. നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പോകാം, അതല്ലെങ്കിൽ എന്റെ കൂടെ നിനക്ക് നിൽക്കാം. സുബ്ഹാനല്ലാഹ്. റസൂൽ ആ ഒരു രൂപത്തിലുള്ള ഒരു ചോയ്സ് ആ കുട്ടിക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. ആ മറുപടിയിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹിന്റെ അങ്ങേയറ്റം അടുപ്പവും സ്നേഹവും അതിര് കവിഞ്ഞ റസൂലുള്ളാഹിന്റെ താല്പര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ ഒരു സന്ദർഭത്തിൽ നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും തീരുമാനിക്കുക? യാതൊരു സംശയമില്ല, ഒറ്റ വാക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കും, ഒരു സംശയമില്ല, ഉടനെ തന്നെ ഉപ്പായുടെ കൂടെ നമ്മൾ ഇറങ്ങിപ്പോകും. പക്ഷെ നമുക്ക് തെറ്റി. കാരണം ഇപ്പുറത്തിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ, ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ, പ്രപഞ്ചനാഥൻ പോലും സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് അപ്പുറത്തിരിക്കുന്നത്. ആ പ്രവാചകന്റെ ആ സ്വഭാവ മഹിമ അത്രയേറെ ആ കുട്ടിയെ ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം ചോദിച്ച ഉടൻ സെയ്ദ് നൽകിയ മറുപടി പിതാവിനെ അങ്ങേയറ്റം ഞെട്ടിച്ചു. സെയ്ദ് പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഇവരുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഇവരോടൊപ്പം ഇവിടെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പിതാവ് അങ്ങേയറ്റം നെട്ടി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് മകനോട് പറയുന്നത്. അപ്പൊ ആ സന്ദർഭത്തിൽ ഹാരിസ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, യാ സെയ്ദ് അത്തഖ്താറുൽ ഉബൂദിയ്യത അലൽ ഹുർരിയ്യ, നീ സ്വാതന്ത്ര്യത്തെ വിട്ട് നീ അടിമത്തത്തെ നീ തെരഞ്ഞെടുക്കുകയാണോ? വഅല അബീക വ ഉമ്മിക വ ബലദിക വ ഖൗമിക, നിന്റെ മാതാപിതാക്കളെക്കാൾ, നിന്റെ ഗോത്രത്തെക്കാൾ, നിന്റെ നാടിനേക്കാൾ, ആ നാടും വീടും മാതാപിതാക്കളെ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കീഴ് അടിമയായിട്ട് ജീവിക്കുന്നതാണോ നീ തെരഞ്ഞെടുക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? നീ എന്താണ് ഇങ്ങനെ മറുപടി പറയുന്നത്? ആ സന്ദർഭത്തിൽ ആ കുട്ടി സെയ്ദ് ബിൻ ഹാരിസ അവർ പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിട്ടുള്ള മറുപടി. അവർ പറഞ്ഞത്, ഇന്നി ഖദ് റഅയ്തു മിൻ ഹാദർ റജുലി ശൈഅ, ഈ മനുഷ്യനിൽ, അതായത് റസൂലുള്ളാഹിനെ കുറിച്ചാണ് പറയുന്നത്, ഈ മനുഷ്യരിൽ മറ്റൊരാളില്ലാത്ത ചില ഗുണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മറ്റൊരു മനുഷ്യനിലില്ലാത്ത ചില ഗുണങ്ങൾ, ചില ക്വാളിറ്റികൾ ഈ മനുഷ്യരിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വമാ അന ബില്ലദി ഉഫാരിഖുഹു അബദ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരിക്കലും ഇയാളെ പിരിയില്ല, എനിക്കൊരിക്കലും ഇയാളെ പിരിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. അതേ സന്ദർഭത്തിൽ ഇയാൾ പിരിയുന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ സന്നദ്ധനാണ്, എനിക്ക് ഇയാളെ പിരിയാൻ സാധ്യമല്ല എന്ന് ആ കുട്ടി അവിടെ വെച്ചുകൊണ്ട് മറുപടി പറയാണ്. സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ മഹാത്ഭുതമാണിത്. അപ്പൊ എത്രത്തോളം ആയിരിക്കും റസൂലുള്ളാഹിന്റെ സ്വഭാവ ശ്രേഷ്ഠത. സ്വന്തം മാതാവിനും സ്വന്തം പിതാവിനും സ്വന്തം നാട്ടുകാർക്കും മീതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കുട്ടി തെരഞ്ഞെടുക്കാൻ മാത്രം ആ കുട്ടിയുടെ മനസ്സിൽ റസൂലുള്ളാഹിന്റെ സ്വഭാവ അത്രയേറെ സ്വാധീനം സൃഷ്ടിച്ചിരിക്കുന്നു. എത്രത്തോളം വലിയ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും റസൂലുള്ളാഹ്. മറ്റൊരു കാര്യം, ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിന്റ്, നമ്മൾ അടിവരയിടേണ്ട ഒരു പോയിന്റ്, ഈ സംഭവം നടക്കുന്നത് നുബുവത്തിന് മുമ്പാണ്. റസൂലുള്ളാഹ് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. പ്രവാചകത്വത്തിന് മുമ്പേ ഇത്രയും വലിയൊരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകത്വത്തിന് ശേഷം, നുബുവത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമുക്കറിയാം, അതായത് മതപരമായിട്ടുള്ള ഒരു കാരണം അതിന് പിന്നിൽ നമുക്ക് ഊഹിക്കെങ്കിൽ ചെയ്യായിരുന്നു. അതായത്
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാതാപിതാക്കളെക്കാൾ അതല്ലെങ്കിൽ ലോകത്തുള്ള സർവ്വതിനേക്കാൾ വന്നാസി അജ്മഈൻ ലോകത്തുള്ള സർവ്വതിനേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സന്ദർഭത്തിലെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുള്ളൂ. ഹദീസ് നമുക്കറിയാം. അപ്പൊ ആ രൂപത്തിലുള്ള അള്ളാന്റെ കൽപ്പന കാരണമാണ് ഇതേ രൂപത്തിൽ തെരഞ്ഞെടുത്തെന്ന് അതേ രൂപത്തിൽ നമുക്ക് ഊഹിക്കെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷേ ഇത് റസൂലുള്ളാഹിക്ക് നുബുവത്തിന് ലഭിക്കുന്നതിന് മുമ്പാണ് ഇതേ രൂപത്തിൽ ഒരു മകനെ തെരഞ്ഞെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവ മഹിമക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണം, നൂറുകണക്കിന് സംഭവങ്ങൾ പറയുന്നതിന് പകരം ഈ ഒരൊറ്റ സംഭവം തന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും ആ ഉദാത്തമായിട്ടുള്ള ആ പ്രവാചകന്റെ സ്വഭാവത്തിനുള്ള ഏറ്റവും നല്ല സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സർട്ടിഫിക്കറ്റ് പരിശുദ്ധ ഖുർആനിൽ നൽകാനുള്ള കാരണം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള ആളുകളെല്ലാം ഈ സത്യത്തിലേക്ക് ആകൃഷ്ടനാകാനുള്ള ഒരു കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നെ റസൂലുള്ളാഹിന്റെ ആ സ്വഭാവവും പെരുമാറ്റമാണ്. സുബ്ഹാനല്ലാഹ്. ഒരല്പകാലം റസൂലുള്ളാഹിനോട് ഇടപഴകുന്ന ഏതൊരാൾക്കും ഇതേ രൂപത്തിലാണ് പിൻകാലത്തും തോന്നുന്നത്. അത് സെയ്ദ് ബിൻ ഹാരിസയുടെ കാര്യത്തിൽ മാത്രമല്ല, മുന്നോട്ടുള്ള സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സമാനായിട്ട് അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യം, അതേപോലെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബനുൽ മുസ്തലിഖ് ദൌത്യത്തിന് ശേഷം മനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. ബനുൽ മുസ്തലിഖിൽ വെച്ചുകൊണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച സന്ദർഭത്തിലും പിതാവ് വന്ന് വിളിച്ച സന്ദർഭത്തിൽ ജുവൈരിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവരുടെ മറുപടി ഇതേ രൂപത്തിൽ പിതാവിനെ ഞെട്ടിക്കുന്നതായിട്ടുള്ള സംഭവമെല്ലാം അവിടെയും വായിക്കാൻ സാധിക്കും. ഒരല്പകാലം ഏതൊരാൾ ഇടപഴകിയാലും അത്രയേറെ ആകർഷിക്കുന്ന ഒരു കാന്തിക വലയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്രയേറെ ആകർഷിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു മനോഹരമായിട്ടുള്ള പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 15 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണിത്. ആ കുട്ടിക്ക് പോലും റസൂലുള്ളാഹിനെ പിരിയാൻ സാധിക്കുന്നില്ല. പൊതുവെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെല്ലാം മതം കൂടുന്നതിനനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് അവരുടെ തലവേദന വർദ്ധിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളെ കൂടുതൽ മതം പറയുന്ന ആളുകളോട് ഉസ്താദിനെ കണ്ടാൽ മറ്റൊരു വഴിയിലൂടെ ഓടുക, അതല്ലെങ്കിൽ മതമുള്ള പിതാവ് കയറി വരുന്നതോടൊപ്പം കുട്ടികൾ നാനാഭാഗത്തേക്ക് ഓടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ എത്രയേറെ കുട്ടികളെ പോലും അത്രയേറെ സ്വാധീനിക്കാൻ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന് സാധിച്ചിരുന്നു. അത് സെയ്ദ് ബിൻ ഹാരിസയുടെ കാര്യത്തിലാകട്ടെ, അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലെല്ലാം അതേ കാര്യമാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ മറുപടി പ്രവാചകൻ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാൻ, എത്രത്തോളം സന്തോഷിപ്പിച്ചെന്ന് ഞാൻ പറയേണ്ടതില്ല. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. അതേ സന്ദർഭത്തിൽ ആ പിതാവിന്റെ വിഷമവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിച്ചില്ല. സുബ്ഹാനല്ലാഹ്. ആ പിതാവ് മുന്നിലിരിക്കുന്ന ആ പിതാവിന്റെ വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിക്കുന്നില്ല. അതായത് തന്റെ മകൻ അന്യനാട്ടിൽ മറ്റൊരാളുടെ അടിമയായി ജീവിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ പിതാവിന്റെ വിഷമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാരണം അതുകൊണ്ട് തന്നെ അവരുടെ ആ പിതാവിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ സെയ്ദ് ബിൻ ഹാരിസയുടെ കൈ പിടിച്ചുകൊണ്ട് കഅബാലയത്തിന് മുമ്പിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവാണ്. അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് പ്രഖ്യാപനം എന്ന് വെച്ചാൽ, ഖുറൈശികളെ, ഇന്നു മുതൽ ഇവൻ എന്റെ മകനാണ്. സെയ്ദ് ബിൻ ഹാരിസ അല്ല, ഇന്നു മുതൽ അവൻ സെയ്ദ് ബിൻ മുഹമ്മദാണ്. എന്റെ സ്വത്തിൽ ഇവൻ അവകാശിയായിരിക്കും. അതായത് രക്തബന്ധം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകനായിട്ട് അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് സെയ്ദ് ബിൻ ഹാരിസയെ പ്രഖ്യാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് കേട്ടതോടുകൂടെ തീർച്ചയായിട്ടും പിതാവിന് ഒരല്പം ആശ്വാസമാവുകയാണ്. കാരണം ഇനി മുതൽ തന്റെ മകൻ മറ്റൊരാളുടെ അടിമയായിട്ടല്ല, മറിച്ച് മക്കയിലെ ഏറ്റവും വലിയ കുടുംബമായിട്ടുള്ള ഖുറൈശി ഗോത്രത്തിൽ ഏറ്റവും പേര് കേട്ട അബ്ദുൽ മുത്തലിബിന്റെ മകന്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായിട്ടാണ് അവിടെ ജീവിക്കുന്നതെന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞതോടുകൂടെ പിതാവിന് ഒരു അല്പ ആശ്വാസമായിട്ട് സെയ്ദ് അതായത് പിതാവും അതേപോലെ തന്നെ ആ ബന്ധുവും അവർ യമനിലേക്ക് മടങ്ങിപ്പോവാൻ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സെയ്ദിനെ സ്നേഹിച്ച് സ്വന്തം മകനെ പോലെ റസൂലുള്ള വളർത്തി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികളെല്ലാം, അതായത് യുവാക്കളായിരുന്ന പല സ്വഹാബികൾ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം, അവരെല്ലാം ചെറുപ്പം മുതലേ സെയ്ദ് ബിൻ മുഹമ്മദ് അവർക്ക് കേട്ട് പരിചയമുള്ളൂ. അതുകൊണ്ടാണ് പിൻകാലഘട്ടത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുമായിട്ട് ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ ഇൻഷാഅല്ലാഹ് പിന്നീട് പറയും. സൂറത്തുൽ അഹ്സാബിന്റെ 5-ാമത്തെ വചനം ഇറങ്ങിയ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസ്താവന വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ആ ആയത്തിറങ്ങിയ സന്ദർഭത്തിലാണ് ഞാൻ അറിഞ്ഞത് യഥാർത്ഥത്തിൽ സെയ്ദ് ബിൻ മുഹമ്മദ് അല്ല, അതായത് റസൂലുള്ളാഹിന്റെ പുത്രനല്ല എന്നുള്ള കാര്യം ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത്. കാരണം യുവാക്കളായിരുന്ന സ്വഹാബികൾ അവര്
ജനിച്ചത് മുതലേ അവര് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് അവർക്ക് കേട്ട് ശീലമുള്ളൂ. അപ്പൊ അവരെല്ലാം അത്രയും കാലം അവരെല്ലാം ചിന്തിച്ചത് അത് റസൂലുള്ളാഹിന്റെ നേരിട്ടുള്ള പുത്രനായിരുന്നു എന്നായിരുന്നു അവര് ചിന്തിച്ചത്. പക്ഷേ ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിലാണ് പലരും അത് അറിയുന്നത്. അത്രയേറെ സ്വന്തം മകനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസയെ വളർത്തുകയാണ്. പിന്നീട് നമുക്കറിയാം ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യ് വരാൻ ആരംഭിച്ച സന്ദർഭത്തിൽ ആദ്യത്തിൽ തന്നെ റസൂലുള്ളാഹിൽ വിശ്വസിച്ചു. അതിനുശേഷം പിന്നീട് ഉമ്മു ഐമൻ, അതായത് പ്രവാചകന്റെ വളർത്തുമ്മ, പോറ്റുമ്മ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഉമ്മു ഐമനെ സെയ്ദ് ബിൻ ഹാരിസ പിന്നീട് വിവാഹം കഴിച്ചു. അതിൽ ഉമ്മു ഐമൻ സെയ്ദ് ദമ്പതികൾക്ക് പിറക്കുന്ന സന്താനാണ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ലഖബാണ് ഹിബ്ബു റസൂലില്ല, അതായത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്താനമായിരുന്നു സെയ്ദിന്റെ മകനായിട്ട് ജനിച്ചു വീഴ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആദ്യം ഉമ്മു ഐമനെ വിവാഹം കഴിച്ചു. പിന്നീട് നമുക്കറിയാം ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകന്റെ അമ്മായിയുടെ മകനായ സൈനബിനെ രണ്ടാമതായിട്ട് ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതെല്ലാം പിന്നീട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 5-ാമത്തെ വചനം ഇറക്കിയത്. 5-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ആ 5-ാമത്തെ വചനത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പേരെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയും ചെയ്തു. അതായത് പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അതിലപ്പുറം അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് മറ്റൊന്നും വേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം സൂറത്തുൽ തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സ്വാഹിബി എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നേർക്ക് നേരെ പേരെടുത്ത് പറയപ്പെട്ട ഏക സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ. അദ്ദേഹം പിന്നീട് നമുക്കറിയാം മുഅ്ത യുദ്ധത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മുഅ്ത യുദ്ധത്തിൽ പ്രധാനപ്പെട്ട പലരും, അതായത് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സെയ്ദ് ബിൻ ഹാരിസയെല്ലാം ആ യുദ്ധത്തിൽ വെച്ച് മരണപ്പെടുകയാണ്. അതുകൊണ്ടാണ് പിൻകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പല സ്വഹാബികളിൽ നിന്നുള്ള പ്രസ്താവന വായിക്കാൻ സാധിക്കും. അതായത് സെയ്ദെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, റസൂലുള്ളാഹിക്ക് ശേഷം, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും സെയ്ദ് ബിൻ ഹാരിസ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സെയ്ദ് ബിൻ ഹാരിസ ആയിരുന്നേന് അടുത്ത ഖലീഫ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സെയ്ദ് ബിൻ ഹാരിസയെ അവർ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നെല്ലാം ഉള്ള അതേ രൂപത്തിലുള്ള പ്രസ്താവനകൾ വായിക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ആ സെയ്ദ് ബിൻ ഹാരിസയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള അടുത്ത സംഭവം നമ്മൾ സീറ ഗ്രന്ഥങ്ങളിലെല്ലാം കാണുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു, ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ്. 35 വയസ്സ്, അതായത് ആ 10 വർഷത്തിനിടയിൽ അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിനിടയിലുള്ള കാര്യമായിട്ടുള്ള ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ള ആ പരിശോധനയിൽ കണ്ട ഒരേ ഒരു സ്വയമായിട്ടുള്ള ഉദ്ധരണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയായിട്ട് താമസിച്ചൊരു വ്യക്തി അവരുടെ വീടിനെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രസ്താവനയാണ്. മനോഹരമായിട്ടുള്ള ഉദ്ധരണി. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം ദാമ്പത്യം പിന്നിടുന്ന ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അയൽവാസിയായിട്ട് താമസിച്ച വ്യക്തി, അയൽവാസി എന്ന് പറയുമ്പോൾ ഇന്നുള്ളതുപോലെ ഒരുപാട് അപ്പുറമല്ല, പല സന്ദർഭത്തിലും ഒരു മതിലിന്റെ ഒരേ മതിലായിരിക്കും, അയൽവാസിയുടെ വീടെന്ന് പറഞ്ഞാൽ ഒരേ മതിലിന്റെ അപ്പുറത്തായിരിക്കും ഒരാൾ ജീവിക്കുക. ആ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ അയൽവാസിയായിരുന്നൊരു വ്യക്തി അദ്ദേഹം പറയാണ്, 10-15 വർഷത്തോളം ഞാൻ അവരുടെ സമീപത്ത് ഞാൻ താമസിച്ചിട്ട് ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ആ വീട്ടിൽ നിന്നും ഉയരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഒരൊറ്റ സന്ദർഭം ഒഴികെ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയാൻ 10-15 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ആ വീട്ടിൽ നിന്നും റസൂലുള്ളാഹിന്റെ ശബ്ദം ഉയരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഒരേ ഒരു സന്ദർഭത്തിലൊഴികെ. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരാണ് ആ ദാമ്പത്യ ജീവിതം. എന്നിട്ട് അദ്ദേഹം ആ സന്ദർഭം പറയാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കപ്പെട്ട പണ്ഡിതന്മാര് സ്വഹീഹായിട്ടുള്ള ഇസ്നാദോടുകൂടെ രേഖപ്പെടുത്തിയ ഹദീസ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയണം, ആ വ്യക്തി അയൽവാസിയായിട്ടുള്ള വ്യക്തി പറയാണ്, ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിന്റെ ശബ്ദം പുറത്തേക്ക് കേട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഖദീജ വല്ലാഹി ലാ അഅ്ബുദു ലാത്ത വൽ ഉസ്സ, വല്ലാഹി ലാ അഅ്ബുദു ലാത്ത വൽ ഉസ്സ, വല്ലാഹി ലാ അഅ്ബുദു അബദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഖദീജ, ഞാൻ ലാത്തയെ ഉസ്സയെ ഒരിക്കലും ആരാധിക്കില്ല, ലാത്തയെ ഉസ്സയെ ആരാധിക്കാൻ എനിക്ക് കഴിയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ, ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കുന്നതായിട്ടും അദ്ദേഹം കേട്ടു. ഖല്ലി അല്ലാത്ത് ഖല്ലി അൽ ഉസ്സ, ലാത്തെ ഉസ്സയെ നിങ്ങൾ വിട്ടേക്ക്, മതി. അതേ രൂപത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അതിനോട് പ്രതികരിക്കുന്നതായിട്ട് അദ്ദേഹം കേട്ടു എന്നുള്ള ഈ ഹദീസിന്റെ ശർഹ അവര് പണ്ഡിതന്മാര് പറയുന്നത്, ഒരു പക്ഷേ അതായത് ആ ഹദീസിന്റെ സന്ദർഭം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഏതെങ്കിലും ബഹുദൈവാരാധന, ലാത്തെ ഉസ്സയെല്ലാം ആരാധിക്കുന്ന അതേ രൂപത്തിലുള്ള
ബഹുദൈവാരാധനയുടെ ലാഞ്ചനയുള്ള ഏതൊരു സദസ്സിൽ, ഏതൊരു പ്രോഗ്രാമിൽ, ഒരു കുടുംബ സദസ്സിൽ പങ്കെടുക്കാൻ കുടുംബക്കാർ ഒരുപക്ഷെ അവരെ നിർബന്ധിച്ചിരിക്കണം. ആ സന്ദർഭത്തിലായിരിക്കണം അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള കാരണം. ആ ഒരൊറ്റ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിന്റെ ശബ്ദം പുറത്തേക്ക് ഞാൻ കേട്ടത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതേ രൂപത്തിൽ മനോഹരമായിട്ട് ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പിന്നീടുള്ള അടുത്ത സംഭവം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് എല്ലാ സീറ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക 35-ാമത്തെ വയസ്സാണ്. അതായത് നുബുവത്തിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ സംഭവം കൂടെയാണിത്. ആ സംഭവം എന്നുള്ളത് കഅബയുടെ പുനർനിർമ്മാണമാണ്. അതായത് പ്രത്യേകം മനസ്സിലാക്കുക, ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വഹീന്റെ ആരംഭത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി നുബുവത്തിന് മുമ്പുള്ള അവസാനത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 35 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ 35 ഇബ്നു ഇസാഖിന്റെ സിറയിൽ റഹിമഹുല്ലാഹ് അദ്ദേഹം 35 വയസ്സാണ് സൂചിപ്പിക്കുന്നത്. 35-ാമത്തെ വയസ്സിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വെറുതെ തീരുമാനിച്ചതല്ല, അതിന് വ്യക്തമായിട്ട് അതിന്റെ പിന്നിൽ 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഒരിക്കൽ കഅബാലയത്തിന് തീ പിടിച്ചു. അതായത് ഒരു കഅബാലയത്തിന് സമീപത്തുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, അവര് പാചകം ചെയ്തുകൊണ്ടിരിക്കുക, ഒരു തീപ്പൊരി പാറി കഅബാലയത്തിന്റെ ആ തുണിക്ക് മീതെ തീ പിടിച്ചത് കത്തി. പ്രത്യേകം മനസ്സിലാക്കുക, ഇന്നുള്ളത് പോലെയല്ല. അക്കാലഘട്ടത്ത് ആ മതാഫിന്റെ ആ പ്രദേശത്തെല്ലാം നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ നിന്ന് ഇതേ രൂപത്തിൽ തീ ഉയർന്ന് കഅബാലയം കത്തി എന്നുള്ള. മറ്റൊരു റിപ്പോർട്ടിൽ ഒരു സ്ത്രീ ബഹൂർ, അതായത് കുന്തിരിക്കം പുകയിച്ച സന്ദർഭത്തിൽ അതിൽ നിന്നും തീ പോയി കഅബാലയം കത്തി. 2 രൂപത്തിലുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ആ കത്തിയ സന്ദർഭത്തിൽ കഅബാലയത്തിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചു. അത് കഴിഞ്ഞ് ഒരല്പം കഴിഞ്ഞ സന്ദർഭത്തിൽ വീണ്ടും അടുത്തതായിട്ട് മക്കയിൽ വലിയൊരു വെള്ളപ്പൊക്കം സംഭവിച്ചു. പ്രത്യേകം മനസ്സിലാക്കണം, മക്ക എന്നുള്ളത് ഒരു വാലിയാണ്, ഒരു താഴ്വരയാണ്. അതായത് നിരവധി മലകൾ ആണ് അതിന്റെ ചുറ്റുള്ളത്. അപ്പൊ ആ മലകളിൽ നിന്നെല്ലാം വെള്ളം ഒഴുകി വന്ന് ഹറമിൽ വെള്ളം കയറുക എന്നുള്ളത് പല സന്ദർഭത്തിലും, ആ സന്ദർഭത്തിൽ മാത്രമേ നിരവധി സന്ദർഭത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നിങ്ങൾ നെറ്റിലെല്ലാം സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും 1941 അടുത്ത കാലത്ത് 1941 അവസാനമായിട്ട് മക്കയിലൊരു ഫ്ലഡ് ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അന്ന് മതാഫ് നിറയെ വെള്ളമായിരുന്നു. അപ്പൊ അതിനിടയിൽ നിങ്ങൾ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും, ആ മതാഫിലെല്ലാം ഒരാളേക്കാൾ ഉയരത്തിൽ വെള്ളം പൊന്തിയ സന്ദർഭത്തിൽ അന്ന് അവിടെ അതിനിടയിൽ നീന്തി തവാഫ് നിർവഹിച്ചൊരു വ്യക്തിയുടെ ചിത്രം വൈറലായിരുന്നു. അതായത് നിങ്ങൾ 1941 ഫ്ലഡ് എന്നടിച്ച ചിത്രം കാണാൻ സാധിക്കും. അത് അലി അൽ വാദി എന്നറിയപ്പെടുന്ന ഒരു ബഹ്റൈനി, അദ്ദേഹം 2015 മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ എല്ലാ പത്രത്തിലും ആ ചിത്രം അച്ചടിച്ചു വന്നിരുന്നു. അതായത് 77 വർഷം മുമ്പ് മക്കയിൽ നീന്തി തവാഫ് ചെയ്ത വ്യക്തി എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ ചിത്രം വൈറലായിരുന്നു. അത് അദ്ദേഹം മാത്രമല്ല, ഇപ്പോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ആദ്യമായിട്ട് നീന്തി തവാഫ് നിർവഹിച്ച വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അപ്പൊ ഇതേ രൂപത്തിലുള്ള വെള്ളപ്പൊക്കം മക്കയിൽ പല സന്ദർഭത്തിലും സർവ്വസാധാരണ. ആ ഒരു ഘട്ടത്തിൽ ഇതേ രൂപത്തിലുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ പണ്ടത്തെ പോലെയല്ല. പ്രത്യേകം മനസ്സിലാക്കണം, അന്നത്തെ കഅബ എന്ന് പറയുമ്പോൾ ഇന്നുള്ള കഅബയെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത്. അത്ര ശക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. മറ്റ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള കഅബ എന്നുള്ളത് ഇന്നുള്ളത് പോലെ അത്തരത്തിൽ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല. അത് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, ഒരു ഒട്ടകത്തിന്റെ ഉയരം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, അതിന് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. മുന്നത്തെ വാതിലൂടെ പ്രവേശിച്ച് പിറകിലുള്ള വാതിലൂടെ കടന്നു പോകാൻ സാധിക്കും. അത് ഭൂമിയുടെ നിരപ്പിലായിരുന്നു ആ വാതിലുകൾ ഉണ്ടായിരുന്നു. ഏതൊരാൾക്കും നിസ്സാരമായിട്ട് കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്ന രൂപത്തിലായിരുന്നു അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന കഅബ. അതേപോലെ തന്നെ ഇന്നുള്ളതുപോലെ സ്ക്വയർ ആകൃതിയിലല്ല, മറിച്ച് റെക്ടാംഗിൾ ഷേപ്പാണ്. അതായത് കട്ടില് പോലെ ദീർഘചതുരാകൃതിയിലാണ് അക്കാലഘട്ടത്തിലുള്ള കഅബ ഉണ്ടായിരുന്നത്. ആ രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയെ പണിത്. അത് ഇന്നുള്ള രൂപത്തിലേക്ക് പിന്നീട് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറയും. ഏതായിരുന്നാലും ആ രൂപത്തിൽ 2 സംഭവങ്ങൾ, അതായത് ആദ്യം തീപിടുത്തം, രണ്ടാമതായിട്ട് വെള്ളപ്പൊക്കം, അത് രണ്ടും അവിടെ വന്നതോടുകൂടെ കഅബാലയത്തിന് വലിയ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായി. അതിന്റെ ചില ഭാഗങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് തകർന്നു. ആ സന്ദർഭത്തിൽ ഖുറൈശികളായിട്ടുള്ള ആളുകൾ അത് പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കഅബയെ അവർ അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അപ്പൊ അവരെ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ കഅബാലയത്തിനെ പുതുക്കി പണിയാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സന്ദർഭത്തിൽ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്നോണം ഒരു വലിയ സൗഭാഗ്യം അവരെ തേടിയെത്തുകയാണ്. എന്താണ് സൗഭാഗ്യം എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം ഇബ്ൻ അബ്ദുർ റസാഖിന്റെ മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്വഹിയായിട്ടുള്ള ഇസ്നാദോടുകൂടെ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം അദ്ദേഹം പറയാണ്,
ആ ഒരു കാലഘട്ടത്തിൽ, അതായത് അവർ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ കൃത്യം റോമിലുണ്ടായിരുന്ന ക്രൈസ്തവ രാജാവായിരുന്ന സീസർ, അദ്ദേഹം യമനിലൊരു വലിയ ചർച്ച് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ക്രൈസ്തവ ദേവാലയം ഉണ്ടാക്കാൻ വേണ്ടി, അത് പണിയാൻ വേണ്ടി നിരവധി സാധനങ്ങൾ, വിലപിടിപ്പുള്ള മാർബിളും അതേപോലെ തന്നെ ഗ്ലാസുകളും അതേപോലെ തന്നെ വിലപിടിപ്പുള്ള മരമെല്ലാം അദ്ദേഹം കടൽ വഴി അയക്കുന്നുണ്ടായിരുന്നു. കടൽ വഴി കാർഗോയായിട്ട് അദ്ദേഹം കടലിലൂടെ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കപ്പൽ പെട്ടെന്ന് കാറ്റിലകപ്പെടാണ്. ശക്തമായിട്ടുള്ള കാറ്റിൽ ആ കപ്പൽ അകപ്പെട്ടു. ആ കപ്പൽ ഏകദേശം ഒരു രക്ഷയില്ല, മുങ്ങുന്നായ സന്ദർഭത്തിൽ അവർ ആ കപ്പൽ ജിദ്ദ പോർട്ടിലേക്ക് അടുപ്പിച്ചു. ജിദ്ദ എന്നുള്ളത് അക്കാലഘട്ടത്തും ജിദ്ദ എന്നുള്ള പേരിലായിരുന്നു ആ ഒരു പ്രദേശം അറിയപ്പെട്ടത്. അപ്പൊ കപ്പൽ ഇനി മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ ആ കപ്പിത്താൻ അദ്ദേഹം ആ കപ്പൽ ജിദ്ദ പോർട്ടിലേക്ക് അദ്ദേഹം അടുപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹുവതആലയുടെ ഒരു പ്ലാനിങ് നിങ്ങൾ നോക്കുക. ആ ജിദ്ദ പോർട്ടിലേക്ക് കപ്പൽ എത്തിച്ചു. അപ്പൊ ആ സാധനം കൊണ്ട് ഇനിയൊന്നും അവർക്ക് ചെയ്യാൻ സാധ്യല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കപ്പലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ വെച്ചുകൊണ്ട് വിറ്റു. ലേലം വിളിച്ചവർ വിറ്റു. കാരണം കപ്പൽ സമ്പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ആ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വസ്തുക്കളാണ് കപ്പലിലുള്ളത്. വിലപിടിപ്പുള്ള മരവും മാർബിളും. നമുക്കറിയാം, മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല്ല് മാത്രമേ അവർക്ക് ലഭിക്കൂ. മരങ്ങളൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വസ്തുവാണ്. ഇപ്പൊ കിട്ടിയ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതായത് ആ കപ്പലിൽ അവര് വിൽപ്പനക്ക് വെച്ച മൊത്തം വസ്തുക്കള് അത് വാങ്ങാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഖുറൈശികൾ ആ രൂപത്തിലൊരു തീരുമാനം എടുത്തു. അതിനായിട്ട് കഴിയുന്നത്ര പണം സ്വരൂപിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അബൂജഹലാണ് ആ പിരിവിന് വേണ്ടി ഇറങ്ങിയത്. അബൂജഹൽ ആ പിരിവിന് വേണ്ടി ഇറങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറഞ്ഞു, ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് കഅബയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം സ്വരൂപിക്കുന്നത്. അതുകൊണ്ട് ന്യായമായിട്ട് ഹലാലായിട്ടുള്ള സമ്പാദ്യം മാത്രമേ നിങ്ങൾ നൽകാൻ പാടുള്ളൂ. അന്യായമായിട്ട് ഒരാൾ സമ്പാദിച്ച ഒരു സമ്പാദ്യം ദയവ് ചെയ്ത് ഇതിന് നൽകരുത്. അതായത് അവിടെ ഉണ്ടായിരുന്ന വ്യഭിചാരശാലകൾ, മക്കയിൽ അത് സർവ്വസാധാരണയായിരുന്നു. നിരവധി ആളുകൾ വ്യഭിചാരശാലകൾ അവിടെ സ്ഥാപിച്ച് അതിലൂടെ പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പലിശയിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ചൂതാട്ടം, മദ്യവിൽപ്പന, അതേപോലെ തന്നെ കൊള്ള ചെയ്തെല്ലാം ഇതേ രൂപത്തിലുള്ള നിരവധി അന്യായങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞു, ആ രൂപത്തിൽ അന്യായമായിട്ട് സമ്പാദിച്ച ഒരു സമ്പാദ്യവും ദയവ് ചെയ്ത് ഇതിന് നിങ്ങൾ തരരുത്. ഹലാലായിട്ട് മാന്യമായിട്ട് നിങ്ങൾ കച്ചവടം ചെയ്ത് ഹലാലായിട്ട് സമ്പാദിച്ച സമ്പാദ്യം മാത്രമേ ഇതിന് നിങ്ങൾ നൽകാവൂ എന്നുള്ള പ്രത്യേകമായിട്ടുള്ള കണ്ടീഷനും ഖുറൈശികൾ അവരോട് ശക്തമായിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പണം അത് 100% ശുദ്ധമായിരിക്കണം എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള അറബികൾക്ക് പോലും നിർബന്ധമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ ആയിരിക്കണം അവർക്ക്. അത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാം തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു വഹയിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൽപ്പനയൊന്നും വരുന്നതിന് മുമ്പേ അത് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അവരുടെ ആ ഫിത്രയാണ് കാണുന്നത്. പക്ഷെ ഇന്ന് ദൗർഭാഗ്യവശാൽ ഇന്നും ചില ആളുകൾ പലിശയിലൂടെ അതേപോലെ തന്നെ ആളുകളെ വഞ്ചിച്ച് കച്ചവടത്തിലൂടെ എല്ലാം സമ്പാദിച്ച ധനവുമായിട്ട് ചില ആളുകൾ ഹജ്ജിന് പോകാറുണ്ട്. അല്ലെങ്കിൽ നിരവധി പലിശയിലൂടെ എല്ലാം സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ചില ആളുകൾ നിരവധി സ്വതക്കയെല്ലാം നൽകിയിട്ട് ആ സ്വതക്കയെല്ലാം നൽകുന്നതോടുകൂടെ അതെല്ലാം ഹലാലായിട്ട് മാറുന്ന അവർ സ്വയം സമാധാനിക്കുകയാണ്. അതായത് മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അക്കാലഘട്ടത്തിൽ അബൂജഹലിന് മനസ്സിലായത് പോലും ഈ ആളുകൾക്ക് മനസ്സിലാകാതെ പോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ധനം അത് 100% ശുദ്ധമായിരിക്കണം. അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മാത്രമേ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതല്ലാതെ ഹറാമായിട്ട് സമ്പാദിച്ച ധനം കൊണ്ട് നമ്മൾ എത്ര സദഖ നൽകിയാലും ഹജ്ജ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ മത്അമുഹു ഹറാം വ മൽബസുഹു ഹറാം വ മശ്റബുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ ഭക്ഷണവും പാനീയം എല്ലാം ഹറാമാണ്, എന്നിട്ട് അവൻ അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത്ര ആളുകൾക്ക് ഉത്തരം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആ ഒരു കാര്യത്തിൽ അവർക്ക് അത്രയേറെ നിഷ്കർഷത ഉണ്ടായിരുന്നതാണ്. അതായത് ഹലാലായിട്ട് സമ്പാദിച്ച പണം മാത്രം നിങ്ങൾ ഇതിന് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് ജാഹിലിയ കാലത്ത് തന്നെ അറബികൾ അവരുടെ മുമ്പിലേക്ക് അതേ രൂപത്തിൽ കൽപ്പന വെച്ചു എന്നുള്ള. അപ്പൊ ശുദ്ധമായിട്ടുള്ള ആ പണം എല്ലാം സ്വരൂപിച്ച് അവരാ വസ്തുക്കൾ മൊത്തം അവര് വിലക്ക് വാങ്ങി. വസ്തുക്കൾ മാത്രമല്ല, പ്രത്യേകമായിട്ട് അവരാ നെജ്ജാർ, അതായത് ആ കപ്പലിനോടൊപ്പം അതായത് ഒരു ശില്പി, ഒരു ആശാരിയും ആ കപ്പലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബാക്കൂമാണ്. ബാക്കൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുക. അദ്ദേഹം അതിവിദഗ്ധനായ ഒരു ശില്പിയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചോക്കോ,
റോമൻ രാജാവ് സീസറിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒഫീഷ്യൽ ശില്പിയാണ്. അദ്ദേഹം വഴിതെറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയെന്നോണം അപ്രതീക്ഷിതമായിട്ട് മക്കയിലേക്ക് എത്തിയതാണ്. അദ്ദേഹത്തെയും അവര് വില കൊടുത്ത് വാങ്ങി. അതായത് അവർക്ക് വേണ്ട ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെയും ആ സാധനം എല്ലാം അവർ വാങ്ങി. അവര് ആ മക്ക കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അവര് കഅബാലയത്തിനടുത്തേക്ക് പോവാണ്. ഇപ്പൊ കഅബയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ജോലിക്കാരെല്ലാം അവരുടെ കയ്യിൽ റെഡിയാണ്. ഇനി ആ നിർമ്മാണം അവർ ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ അവരുടെ പ്ലാൻ എന്തായാലും മൊത്തം പൊളിച്ചതിന് ശേഷം സമ്പൂർണ്ണമായിട്ട് പുതുക്കി പണിയാനായിരുന്നു അവരുടെ പ്ലാന്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ചില ഉദ്ധരണികൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇബ്നു ഇസ്ഹാഖിന്റെ സീറിയലും അതേപോലെ തന്നെ മുസന്നഫ് അബ്ദുർ റസാഖിലും ഇമാം ദഹബി എല്ലാം സൂചിപ്പിച്ചതായിട്ടുള്ള ഒരു സംഭവം. അതായത് പല സന്ദർഭത്തിൽ അവർ കഅബാലയത്തിന്റെ അടുത്തേക്ക് അടുക്കുന്ന സന്ദർഭത്തിൽ ഒരു പാമ്പ്, അവിടെ സമീപത്തെ കിണറിലുണ്ടായിരുന്ന ഒരു പാമ്പ് വന്ന് അവരെ ആട്ടി അകറ്റി എന്നുള്ളതാണ്. കറുത്ത ശരീരമുള്ള ഒരു വലിയ പാമ്പ് വന്ന് അവരെ അതിലേക്ക് അടുക്കാൻ സാധിച്ചില്ല ആദ്യത്തിൽ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷി അയച്ച ആ പക്ഷി ആ പാമ്പിനെടുത്ത് കൊത്തിയെടുത്ത് ഏതോ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിച്ചതിന് ശേഷം അതൊരു സൈനായിട്ട് കണ്ടു. അതായത് കഅബാലയം ഇതേ രൂപത്തില് അവർക്ക് കൈവെക്കാമെന്നുള്ള ഒരു സൈനായിട്ട് അതിനെ അവരെടുത്തു എന്നുള്ള നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സംഭവം കാണാൻ സാധിക്കും. അപ്പൊ അവരെ അത് പൊളിക്കാൻ വേണ്ടി തീരുമാനിക്കണം. പൊളിക്കുന്ന ചുമതല ഖുറൈശികളുടെ ഓരോ ഗോത്രത്തിനായിട്ട് അവർ നൽകി. കാരണം അത് അവരുടെ ഒരു സ്ഥാനം കൂടെയാണ്. കഅബ ഇതേ രൂപത്തിൽ പിൻകാലഘട്ടത്തത് ഓരോ ഗോത്രത്തിനും അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾക്കായിട്ട് അത് പൊളിക്കുന്ന ചുമതല അവർ ഭാഗിച്ചു എന്നുള്ളതാണ്. ഖുറൈശികൾ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. 10-ലധികം ഗോത്രങ്ങളുണ്ടായിരുന്നു. അതില് കഅബാലയത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഡോറുള്ള ഭാഗം അത് ബനു അബ്ദു മനാഫ് ഗോത്രക്കാർക്ക് നൽകി. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ അതെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഫ്രണ്ട് ഡോറുള്ള ഭാഗം ബനു അബ്ദു മനാഫ് ഗോത്രത്തിനാണ് നൽകിയത് അതിന്റെ ചുമതല. ബനു അബ്ദു മനാഫ് ഗോത്രം എന്നുള്ളത് ഏറ്റവും ഖുറൈശികളുടെ പ്രധാനപ്പെട്ട ഗോത്രമാണ്. അബ്ദുൽ മുത്തലിബ് എല്ലാ ഗോത്രത്തിലാണുള്ളത്, നമുക്കറിയാം. അതേ സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ പിറകിലുള്ള ഭാഗം, പിറകിലും അക്കാലഘട്ടത്തിൽ ഡോർ ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞു. അതിന്റെ ചുമതല ബനു സഹറ ഗോത്രക്കാർക്ക് അവർ നൽകി. അതേ സന്ദർഭത്തിൽ ഹജറുൽ അസ്വദും അതേപോലെ തന്നെ ആ റുക്നുൽ യമാനി എല്ലാം ഇരിക്കുന്ന ആ ഭാഗം ബനു മഖ്സൂം ഗോത്രക്കാർക്ക് നൽകി. ബനു മഖ്സൂം എന്നുള്ളത് അബൂജഹലെല്ലാം ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഗോത്രമാണ്. ആ ഗോത്രക്കാർക്ക് ആ ഭാഗം നൽകി. അവസാനമായിട്ട് ഹിജ്ർ ഇസ്മായിൽ ഹത്തീമുള്ള ഭാഗം ബനു അബ്ദുദാർ ഗോത്രക്കാർക്കും നൽകി. ഈ 4 ഭാഗങ്ങൾ 4 ആളുകളെയും ചുമതലപ്പെടുത്തിയതിനു ശേഷം അവർ കഅബാലയം പൊളിച്ചു മാറ്റാൻ വേണ്ടി വരികയാണ്. പക്ഷേ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം വിഭജിച്ച് നൽകിയതിനു ശേഷവും ഒരാളും മുന്നോട്ട് വരുന്നില്ല. അതിനുള്ള ധൈര്യം ആരും കാണിക്കുന്നില്ല. കഅബ പൊളിക്കാൻ അല്ലെങ്കിൽ കഅബ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ അവർക്കുണ്ടാകും? കാരണം 10-35 വർഷം മുമ്പ് അവിടെ നടന്ന ആനക്കലഹ സംഭവത്തിന് അതിൽ പല ആളുകളും സാക്ഷിയാണ്. നമുക്കറിയാം, അബ്രഹത്ത് വന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർ പല ആളുകളും നേരിൽ സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഅബാലയത്തിന്റെ മീതെ കൈവെക്കാൻ ഒരാളും അവകാശപ്പെട്ടില്ല. ഓരോ ആളുകളും മറ്റേ ആളുകളോട് നിങ്ങൾ പോയി തുടങ്ങി, മറ്റേ ആളുകളോട് നിങ്ങൾ തുടങ്ങി. ഇതേ രൂപത്തിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളും മുന്നോട്ട് വരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇബ്നു ഇസ്ഹാഖിന്റെ സീറിൽ വായിക്കാൻ സാധിക്കും, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രമാണി, അതായത് വലീദ് ബിൻ മുഗീറ, അദ്ദേഹത്തിന്റെ മഴുവുമായിട്ട് മുന്നോട്ട് വരാൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഭയമാണെങ്കിൽ ഞാൻ തുടങ്ങാം. വലീദ് ബിൻ മുഗീറ നമുക്കറിയാം ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ്. പരിശുദ്ധ ഖുർആൻ സൂചന നൽകുന്ന വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിറിന്റെ 11-12 വചനങ്ങളിൽ ദർനി വമൻ ഖലഖ്തു വഈദ വജഅൽതു ലഹു മാലൻ മംദൂദ, അതെല്ലാം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായിട്ടുള്ള വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊളിക്കാം, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ തുടങ്ങാം. എന്നിട്ട് അദ്ദേഹം മഴുവുമായിട്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം ആ മഴു വെക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തുറ അല്ലാഹുമ്മ ഇന്നാ ലാ നുരീദു ഇല്ലൽ ഖൈർ. ഓ അല്ലാഹ്, ഞങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. നിങ്ങൾ ചിന്തിച്ചോ. അതായത് അദ്ദേഹം ആ രൂപത്തിൽ പറയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലെ മന്ത്രങ്ങൾ അറിയുന്നവരാണ്. പക്ഷെ ജാഹിലിയക്കാരാണ്. ഏതായിരുന്നാൽ ആ രൂപത്തിലൊരു പ്രാർത്ഥനയെല്ലാം നടത്തി അദ്ദേഹം കഅബാലയം പൊളിക്കാൻ തുടങ്ങി. അദ്ദേഹം പൊളിക്കുന്ന സമയത്തുടനീളം ഒരാളും അതിൽ പങ്കെടുത്തില്ല. കാരണം രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ അവരെല്ലാം, അതായത് മറ്റുള്ള ആളുകളെല്ലാം വലീദ് ബിൻ മുഗീറയെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് അവർ ഉപയോഗിച്ചു. എന്താന്ന് വെച്ചാൽ വലീദ് ഇന്ന് പൊളിക്കട്ടെ, അതിനുശേഷം അദ്ദേഹത്തിന് നാളെ നേരം പുലരുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, അദ്ദേഹം നാളെയും സമാധാനത്തോടുകൂടെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ അയാളുടെ കൂടെ കൂടും. അതേ രൂപത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തി മറ്റുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെല്ലാം അത് നോക്കി നിന്നു. പക്ഷെ അത്ഭുതം എന്താ വെച്ചാൽ പിറ്റേ ദിവസം
പിറ്റേ ദിവസം പല ആളുകൾ ആകാംക്ഷയോടുകൂടെ വലീദിനെ തിരക്കാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? പല ആളുകൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന് എന്തെങ്കിലും അദാബ് വന്നിട്ടുണ്ടാവും, അതേ രൂപത്തിലുള്ള ചിന്തയിലാണ്. പക്ഷെ അത്ഭുതം എന്താ വെച്ചാൽ അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവുന്നില്ല. അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിരാവിലെ തന്നെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരും അദ്ദേഹത്തിന്റെ കൂടെ വന്ന് അന്നത്തെ ദിവസം കഅബ പൊളിക്കാൻ വേണ്ടി അവർ തുടങ്ങിയെന്നുള്ള. അപ്പൊ ചില സ്വയായിട്ടുള്ള റിപ്പോർട്ടുകളിൽ തന്നെ അവർ ആ കഅബയുടെ അസാസ്, അതായത് അതിന്റെ ഫൗണ്ടേഷൻ വരെ അവർ എത്തിയെന്നുള്ള. അവര് പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത ആ ഫൗണ്ടേഷൻ വരെ എത്തിയെന്നുള്ള. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണോ പണിതത് അതോ മലക്കുകളാണോ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഭൂമിയിൽ ആദ്യകാലത്ത് മലക്കുകൾ വന്നിട്ടായിരുന്നു പണിതത്. പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആ വെള്ളപ്പൊക്കം വന്ന സന്ദർഭത്തിൽ അത് നശിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ആദ്യത്തിൽ ഓൾറെഡി അവിടെയുള്ള ഫൗണ്ടേഷന് മീതെ അദ്ദേഹം പടുത്തുയർത്തുക മാത്രമായിരുന്നു ചെയ്തതെന്നാണ് ചില പണ്ഡിതന്മാർ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി പോലെയുള്ള ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അതിനുള്ള ചില തെളിവുകൾ അവർ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വഇദ് യർഫഉൽ ഖവായിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉ എന്നാണ് ഉപയോഗിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഉയർത്തണമെങ്കിൽ ഓൾറെഡി അവിടെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിലാണ് ചില പണ്ഡിതന്മാർ വാദിക്കുന്നത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും ആ രൂപത്തിൽ അവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ ആ മാലാഖമാരെല്ലാം പണിത ആ ഫൗണ്ടേഷൻ വരെ അവരെ എത്തിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ ഫൗണ്ടേഷൻ വരെ എത്തി. അവിടെ അവര് പച്ച നിറത്തിലുള്ള കല്ലുകൾ അടുക്കി വെച്ചത് കൽ അസ്നാൻ, പല്ലുകൾ പോലെ, നമ്മുടെ പല്ലുകൾ പോലെ അതിസുന്ദരമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച അവർ കണ്ടു എന്നുള്ള. അപ്പൊ അത് കണ്ട സന്ദർഭത്തില് അതും പൊളിച്ചു മാറ്റാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതായത് അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി അവരിൽപ്പെട്ട ചില ആളുകൾ അതിലേക്ക് മടുവെച്ച സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റാൻ ശ്രമിച്ച സന്ദർഭത്തിൽ മക്ക മുഴുവനും കുലുങ്ങി എന്നുള്ള ചില ഉദ്ധരണികൾ കാണാൻ സാധിക്കും. മക്ക അന്നത്തെ ദിവസം കുലുങ്ങി. അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ശക്തമായിട്ടൊരു മിന്നൽ പ്രകാശം അവർ കണ്ടു. അത് കണ്ടതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനിയും അടിയിലേക്ക് പൊളിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് അവർ അവിടെ നിർത്തി. പിന്നീട് അതിനുശേഷം ആ ഫൗണ്ടേഷൻ അവിടെ വെച്ചുകൊണ്ട് അവര് മീതേക്ക്, ആ ഫൗണ്ടേഷന്റെ മേലേക്കുള്ള പണി തുടങ്ങിയെന്നുള്ള. മേലേക്കുള്ള പണി തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നം, ആ രണ്ട് ചുമരുകൾക്കിടയിൽ വരുന്ന ഹജറുൽ അസ്വദ് എത്തിയ സന്ദർഭത്തിൽ അവിടെ വലിയൊരു തർക്കം രൂപപ്പെടുകയാണ്. ആരാണ് ആ കല്ല് വെക്കുക എന്നുള്ള പ്രധാനപ്പെട്ട തർക്കം അവിടെ അവർക്കിടയിൽ രൂപപ്പെടുകയാണ്. ഇപ്പൊ ഹജറുൽ അസ്വദിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അപ്പൊ ഹജറുൽ അസ്വദ് അവിടെ വെക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രം ഹജറുൽ അസ്വദ് അവിടെ വെച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതായത് പിൻകാലത്ത് പറയാം ഈ ഇന്ന ഗോത്രമാണ് വെച്ചതെന്നെല്ലാം അവർക്ക് അഭിമാനിക്കാം. അപ്പൊ ഓരോ ഗോത്രക്കാരും ഹജറുൽ അസ്വദ് വെക്കുന്ന ആ സ്ഥാനെത്തിയ സന്ദർഭത്തിൽ തർക്കായി. ഹജറുൽ അസ്വദ് നമുക്കറിയാം, അതിന്റെ ചരിത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിൽ ഉദ്ധരിക്കുന്ന സംഭവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബാലയം പണിതുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആ തെക്ക് മൂലയിലെത്തിയ സന്ദർഭത്തിൽ, അതായത് ആ കല്ല് ഹജറുൽ അസ്വദ് വെക്കുന്ന ആ സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ ഒരു കല്ല് കിട്ടിയില്ല. അവസാനം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഉറപ്പുള്ള ഒരു കല്ലെടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞയച്ചു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാറക്കഷ്ണം തെരഞ്ഞ് പോയ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തുനിന്ന് ഒരു കല്ലുമായിട്ടെത്തി. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ദലായിൽ ഉദ്ധരിക്കാൻ ഒരു കല്ലുമായിട്ട് വാനലോകത്ത് നിന്ന് എത്തി. അത് മറ്റൊരു ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ, സ്വഹീഹായിട്ടുള്ള ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗ്ഗത്തിലെ കല്ലായിരുന്നു, മനുഷ്യരുടെ പാപം മൂലമാണ് അത് കറുത്തതെന്നെല്ലാം തുർമുദിയിലെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ ആ കല്ല് അവിടെ വെച്ചു. പിന്നീട് ഒരു അല്പസമയത്തിന് ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചെത്തിയ സന്ദർഭത്തിൽ അവിടെ ആ കല്ല് കണ്ടു. അപ്പൊ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് കാര്യം അന്വേഷിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞ് അവർ ഇരുവരും കൂടെ ആ കല്ല് അവിടെ വെച്ചു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ. അതാണ് ഹജറുൽ അസ്വദ്. സുബ്ഹാനല്ലാഹ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചിരുന്നു. നമ്മളും പ്രവാചക ചര്യ അനുസരിച്ച് നമ്മൾ അതിനെ ചുംബിക്കുന്നു. കല്ലിനെ ആരാധിക്കല്ല, മറിച്ച് റസൂലുള്ളാഹി ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്. ഏതുപോലെ ചിലപ്പോൾ നമ്മൾ കഅബാലയത്തെ വലയം വെക്കാറുണ്ട്. അത് നമ്മളെ കഅബാലയത്തെ ആരാധിക്കല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതിനാൽ നമ്മൾ തവാഫ് ചെയ്യുന്ന അതേ രൂപത്തിൽ ആ കല്ലിനെയും നമ്മൾ അതേ രൂപത്തിൽ ചുംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിൻകാലത്ത് നിരവധി അത് മോഷ്ടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ചരിത്രത്തിൽ ഖറാമിത്വ നിങ്ങൾ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതായിരുന്നാലും ആ ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്തെത്തിയ സന്ദർഭത്തിൽ, ആ പ്രധാനപ്പെട്ട കല്ലിന്റെ സ്ഥാനത്തെത്തിയ സന്ദർഭത്തിൽ അവർക്കിടയിൽ തർക്കായി. വ്യത്യസ്ത ഗോത്രക്കാർക്കിടയിൽ തർക്കായി. എത്രത്തോളം എന്ന് വെച്ചാൽ ആ തർക്കം മൂത്ത് അവസാനം യുദ്ധത്തിന്റെ വക്കിലെത്തി. ബനു അബ്ദുദ്ദാർ ഗോത്രക്കാര് അവരൊരു രക്തം നിറച്ച പാത്രം കൊണ്ടുവന്ന് അതിൽ കൈമുക്കിയിട്ട് അവർ പ്രതിജ്ഞ വരെ ചെയ്തു. അതായത് മരണം വരെ മറ്റൊരാളെയും ആ കല്ല് വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. കാരണം അത്രത്തോളം ജാഹിലിയത്താണ്. ആ ഒരു കല്ലിന് വേണ്ടി
പരസ്പരം ഒരു ഗോത്രാണിത്, പരസ്പരം തമ്മിലടിച്ച് മരണപ്പെടാൻ വരെ അവർ തയ്യാറായിരുന്നു. അത്രത്തോളം ജാഹിലിയത്ത് അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള. എത്രത്തോളം വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും 5 ദിവസത്തോളം ആ പണി അവിടെ മുടങ്ങി എന്നുള്ളതാണ്. അവസാനം 2-1 തീരുമാനിക്കാൻ വേണ്ടി അവര് എല്ലാ ആളുകളും ഒത്തുതീർന്നു. ആ സമയത്ത് കൃത്യം അവർക്കിടയിലുണ്ടായിരുന്ന ഏറ്റവും പ്രായം ചെന്ന അക്കാലഘട്ടത്ത് മക്കയിലുണ്ടായിരുന്ന ഒരു ഖുറൈശി പ്രമാണി അതില് അവസരോചിതമായിട്ട് അദ്ദേഹം ഇടപെടാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂ ഉമയ്യ ബിൻ മുഗീറ അൽ മഖ്സൂമി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹം അവർക്കിടയിൽ ആ തർക്കത്തിൽ ഇടപെടും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കുന്നിന് മുകളിൽ കയറിയിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജനങ്ങൾ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക. അള്ളാന്റെ ഈ ഭവനത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പരസ്പരം രക്തം ചിന്താതിരിക്കുക. എന്നിട്ട് അദ്ദേഹം അവരുടെ ആ തർക്കത്തിനുള്ള ഒരു പരിഹാരം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇനി ആരാണോ ഇങ്ങോട്ട് ആദ്യം വരുന്നത്, അതായത് ഈ കഅബാലയത്തിന്റെ ഈ പ്രദേശത്തേക്ക് ആരാണോ ഇതിലൂടെ ആദ്യം കടന്നു വരുന്നത്, അയാൾ എന്ത് പറയുന്നോ അതിനനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കും. അത് നമ്മളൊരു നറുക്കിടുന്നത് പോലെയുള്ള ഒരു തീരുമാനമാണ്. അതായത് ഏത് ആളാണ് ആദ്യം വരുന്നത് അയാളുടെ തീരുമാനം നമ്മൾ സ്വീകരിക്കും എന്നുള്ള. അപ്പൊ ഓരോ ഗോത്രക്കാരും തങ്ങളുടെ പ്രതിനിധി അതിലൂടെ വരണേ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഗോത്രക്കാരൻ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഗോത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഓരോ ഗോത്രക്കാരും ഞങ്ങളുടെ ഗോത്രക്കാരൻ അതിൽ വരണേ എന്ന് അവര് ഒരേ രൂപത്തിൽ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തുനിന്നു. അള്ളാഹു സുബ്ഹാനഹു വിധി നിങ്ങൾ ചിന്തിച്ച കൃത്യസമയത്ത് ആ ഡോറിലൂടെ ആദ്യമായിട്ട് കടന്നു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു പദ്ധതി നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ കടന്നു വന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ കണ്ടതോടുകൂടെ അവിടെയുള്ള സർവ്വ ഖുറൈശി ഗോത്രങ്ങളും ഒന്നടങ്കം ലഖദ് ജാ അൽ അമീൻ, അൽ അമീൻ ഇതാ വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഗോത്രക്കാരും ഒരേപോലെ സന്തോഷിച്ചു എന്നുള്ള വിചിത്രാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഗോത്രം മാത്രമല്ല സന്തോഷിക്കുന്നത്, മറിച്ച് എല്ലാ ആളുകളും ഒരേ രൂപത്തിൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്പക്ഷമായിട്ട് ഒരു തീരുമാനം അവർക്ക് നൽകുമെന്ന് എല്ലാ ആളുകൾക്കും ഒരുപോലെ അറിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഗോത്രക്കാരെ ചിന്തിക്കാണ്. സുബ്ഹാനല്ലാഹ്, പിൻകാലത്ത് റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് അതേ രൂപത്തിലുള്ള തോന്നലുണ്ടായിരുന്നു. നമുക്ക് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അപ്പൊ തന്റെ പേര് പറയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരല്പകാലത്തെ ഇടപെടൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ആ സദസ്സിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന എന്നെയാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ചോദിച്ചു. ആ സന്ദർഭത്തിൽ അബൂഹ, അവരുടെ പിതാവ്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പേരാണ് പറയുന്നത്. മൂന്നാമത് ചോദിച്ച ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞു. അവസാനം അദ്ദേഹം ചോദ്യം നിർത്തി എന്നുള്ളതാണ്. പക്ഷെ ആ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒരല്പകാലത്തെ ഇടപെടൽ കൊണ്ട് അത്രയേറെ റസൂലുള്ള എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി എന്നുള്ള. സമാനമായിട്ട് ഇവിടെയും ഓരോ ഗോത്രക്കാർക്കും തോന്നുകയാണ് ആ റസൂലുള്ള ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒരു ഷാള്, അതായത് ഒരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വിരിപ്പ് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് അതിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഓരോ ഗോത്ര നായകന്മാരോടും മുന്നോട്ട് വരാൻ കൽപ്പിച്ചു. അവരെല്ലാം വന്ന് ഓരോ ഗോത്ര പ്രതിനിധികളും ഒന്നിച്ച് ആ വിരിപ്പ് പൊക്കുകയാണ്. വിരിപ്പിന്റെ ഓരോ ഭാഗം ഓരോ ഗോത്രക്കാർ പിടിച്ച് അത് പൊക്കിയ അവസാനം യഥാസ്ഥാനത്ത് എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധമായിട്ടുള്ള കൈകൊണ്ട് ആ ഹജറുൽ അസ്വദ് എടുത്ത് അത് കഅബാലയത്തിന്റെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ ഒരാൾക്കും യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകളും ഒരേ രൂപത്തിൽ സംതൃപ്തരായിട്ട് മാറുകയാണ്. അപ്പൊ വലിയൊരു പ്രശ്നത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവർക്ക് പരിഹാരം നൽകുകയാണ്. അതിനുശേഷം അവർ ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം അവർ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ള, അവർ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു എന്നുള്ള. അപ്പൊ നിരവധി പാഠങ്ങൾ അതിലുണ്ട്. ആ പാഠങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കഅബയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ആ കഅബയുടെ പുനർനിർമ്മാണ സന്ദർഭത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം, പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ജാബിർ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയാണ്, ആ കഅബയുടെ പണി അവർ രണ്ടാമത് പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അതിൽ അവരെ സഹായിച്ചു. അവര് രണ്ടാളുകളും മലമുകളിലേക്ക് പോയിട്ട് കല്ലുകൾ ചുമന്ന് അതായത് തോളിൽ വെച്ചുകൊണ്ട് അവർ വരും. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നിനക്ക് ഇതേ രൂപത്തിൽ തോളിൽ ഇത്രയും വലിയ കല്ല് വെച്ചാൽ നിനക്ക് വേദനിക്കില്ല, അതുകൊണ്ട് നിന്റെ തുണി അഴിച്ചിട്ട് നീ ചുമലിൽ വെക്കുക, എന്നിട്ട് അതിന്റെ മീതെ നീ കല്ല് വെക്കുക. അതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് നിർദ്ദേശിച്ചത്. പ്രത്യേകം മനസ്സിലാക്കുക,
അക്കാലഘട്ടത്ത് നഗ്നത അല്ലെങ്കിൽ മറ്റൊരാളുടെ നാണം കാണുന്നതൊന്നും വലിയ ചീത്ത കാര്യമായിട്ട് അവർ ചിന്തിച്ചിരുന്നില്ല. ജാഹിലിയ കാലാണ്. പല ആളുകളും ത്വവാഫ്, നഗ്നരായിട്ട് ത്വവാഫ് അവിടെ പരസ്യമായിട്ട് ചെയ്തിരുന്നു. അപ്പൊ നഗ്നത എന്നുള്ളത് ആ സമൂഹത്തിലൊരു വിഷയമായിരുന്നില്ല. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ജാഹിലിയ കാലത്ത് റസൂലുള്ളാഹിനോട് പറയാണ്, തുണി അഴിച്ചിട്ട് അത് തോളിൽ വെച്ചിട്ട് ആ കല്ല് ചുമക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രം അഴിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി ബോധം കെട്ടു വീണു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ബോധം കെട്ടു വീണു. റസൂലുള്ളാഹിന്റെ ഇരു കണ്ണുകളും ആകാശത്തേക്ക് നോക്കുന്ന രൂപത്തിൽ ഞാൻ കാണപ്പെട്ടു എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പിൻകാലത്ത്, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തല്ല, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷമാണ് ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ ആകാശത്തേക്ക് നോക്കുന്ന രൂപത്തിൽ അവിടെ ബോധം കെട്ടു വീണു എന്നുള്ള. അല്പസമയത്തിന് ശേഷം റസൂലുള്ളാഹിക്ക് ബോധം വന്നു. ആ ബോധം വന്നു. അതിനുശേഷം പിന്നീട് റസൂലുള്ളാഹിന്റെ നഗ്നത ഒരിക്കൽ പോലും വെളിവായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ച രൂപം. നേരത്തെ നമ്മൾ ഇതിന് സമാനമായിട്ട് ആട്ടിടയനാകുന്ന സന്ദർഭത്തിലും സമാനമായിട്ടുള്ള സംഭവം നിങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കും. ജാഹിലിയ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിച്ച മനോഹരമായിട്ടുള്ള രൂപമാണ്. അതേ രൂപത്തിൽ അവർ ആ കഅബയെ അവർ പുനർനിർമ്മിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ പല സീറ ഗ്രന്ഥങ്ങളിലും ഈ ഒരു ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ കഅബാലയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിരവധി സംഭവങ്ങൾ പണ്ഡിതന്മാരെല്ലാം സീറ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബിദായ വൻ നിഹായയിൽ 2 പേജോളം ഇതിനുശേഷം അദ്ദേഹം കഅബാലയത്തിന്റെ പിന്നീടുള്ള ചില ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് അതുകൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാകുമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, അതായത് ഖുറൈശികൾ അതേ രൂപത്തിൽ അവിടെ കഅബാലയത്തെ പുതുക്കി പണിത സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവര് വരുത്തിയ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഒന്നാമതായിട്ട് അവര് പുതുക്കി പണിത സന്ദർഭത്തിൽ അവരുടെ കയ്യിലുള്ള സാധനം അവര് തികഞ്ഞില്ല എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നിരവധി മാർബിളുകളും മരങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു. പക്ഷേ കിട്ടിയ സാധനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ പണി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ കഴിയുന്ന അത്ര അവർ പൂർത്തിയാക്കിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗം അവരൊരു കല്ല് വെച്ച് അവർ മാർക്ക് ചെയ്തു. അതായത് ഇനി ആരെങ്കിലും പിൻകാലത്ത് കഅബ പണിയുകയാണെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തി വേണം പണിയാനെന്ന് സൂചന നൽകുന്ന രൂപത്തിൽ ഒരു കല്ല് അവർ വെച്ചുകൊണ്ട് ആ ബാക്കിയുള്ള ഭാഗത്ത് അവർ മാർക്ക് ചെയ്തു എന്നുള്ളത്. ആ ബൗണ്ടറി അവർ കല്ല് വെച്ച് മാർക്ക് ചെയ്ത്, അതാണ് ഹിജ്ർ ഇസ്മായിൽ അല്ലെങ്കിൽ ഹതീം എന്നുള്ള പേരിൽ നിന്ന് നമ്മൾ ആ കാണുന്ന ആ സമചതുരാകൃതിയിലുള്ള ആ കല്ല്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കഅബയുടെ ഭാഗമായിരുന്നു. പക്ഷേ അത് ഇന്ന് നമ്മൾ പുറത്ത് കാണാനുള്ള കാരണം അക്കാലഘട്ടത്ത് ഖുറൈശികൾ അവര് കഅബാലയം പുതുക്കിപ്പണിത സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ വേണ്ടത്ര റിസോഴ്സ് ഇല്ലാത്തത് കാരണം അവര് അതിന്റെ സ്ട്രക്ചർ മാറ്റി, അതായത് റെക്ടാംഗിൾ സ്ട്രക്ചർ മാറ്റി അവരൊരു സ്ക്വയർ ഷേപ്പിലാക്കി ബാക്കിയുള്ള ഭാഗം അവരൊരു കല്ല് വെച്ച് അടയാളപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കഅബ ആ ഷേപ്പിലായിരുന്നില്ല, ആ ഭാഗം ആ കഅബക്കുള്ളിലായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമതായിട്ട് അവർ ചെയ്തത്, അവർ കഅബാലയത്തിന്റെ ഹൈറ്റ് വർദ്ധിപ്പിച്ചു. ഞാൻ ആദ്യത്തിൽ ഞാൻ പറഞ്ഞു അതൊരു ഒട്ടകത്തിന്റെ വലുപ്പം മാത്രമായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുതുക്കിപ്പണിത്ത സന്ദർഭത്തിൽ അവര് കഅബാലയത്തിന്റെ കെട്ടിടം അത് 2-3 ഇരട്ടി അവർ വർദ്ധിപ്പിച്ചു എന്നുള്ള 8.5 മീറ്ററോളം, അതായത് ഇന്നത്തെ കഅബ ഏകദേശം 13 മീറ്ററിലധികം ഉയരമുണ്ട്. അപ്പൊ അവര് അതേ രൂപത്തിൽ കഅബാലയം അവര് ഇരട്ടി വലുപ്പത്തിലേക്ക് ഉയർത്തി. അത് മാത്രമല്ല, മൂന്നാമതായിട്ട് അവർ ചെയ്തത്, അവര് അതിന് ഒരു ഡോറ് മാത്രമാക്കി. നേരത്തെ ഞാൻ പറഞ്ഞു 2 ഡോർ ഉണ്ടായിരുന്നു, മുന്നിലും പിന്നിലും 2 ഡോർ ഉണ്ടായിരുന്നു. അത് മാറ്റി അവര് ഒരേ ഒരു ഡോറ് മാത്രമാക്കി. ആ ഡോറ് ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഉയരത്തിലേക്കാണ് അവർ വെച്ചത്. ഏകദേശം കഅബയുടെ മധ്യത്തിലേക്ക് അവര് ഒരു ഡോറ് വെച്ചു. ആദ്യം അത് ഭൂമിയുടെ നിരപ്പിലായിരുന്നു. രണ്ടാമത് പുതുക്കി പണിത സന്ദർഭത്തിൽ ആ കഅബാലയത്തിന്റെ മധ്യത്തിൽ സെൻട്രലായിട്ടാണ് അവർ ഡോറ് സ്ഥാപിച്ചത്. ഇന്നും അതേ രൂപത്തിലാണ് നമ്മൾ കാണുക. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അതായത് ബനു അബ്ദു മനാഫ് ഗോത്രക്കാർക്കാണ് ആ ഭാഗത്തിന്റെ ചുമതല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കഅബാലയത്തിനകത്തേക്ക് ഒരാൾക്ക് കടക്കാൻ പറ്റൂ. അപ്പൊ അവരുടെ ഒരു അധികാരമായിട്ട് കണ്ടുകൊണ്ട് ആ ഡോറിനെ അവർ അത് മേലേക്ക് അവർ പണിതു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതാണ് മൂന്നാമതായിട്ട് അവർ വരുത്തിയ മാറ്റം. നാലാമതായിട്ട് അവര് കഅബാലയത്തിന്റെ മുകളിൽ ഒരു റൂഫ്, ഒരു മേൽക്കൂര പണിത്. ആദ്യം അതിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അത് 6ഓളം തൂണുപയോഗിച്ച് മനോഹരമായിട്ട് ഒരു മേൽക്കൂര പണിതു. അത് മാത്രമല്ല, ആ മേൽക്കൂരക്കൊപ്പം തന്നെ ആ മേൽക്കൂരയിൽ തന്നെ അവര് വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഒരു ഓവുചാല്, അതായത് മീസാബ് എന്നാണ് അതിന് വിളിക്കുക. മീസാബ് ഇന്ന് സ്വർണ്ണ നിറത്തിൽ, പിന്നീട് അത് പുതുക്കി പണിതാണ്, സ്വർണ്ണ നിറത്തിൽ ഒരു വെള്ളം പോകാനുള്ള ഒരു മീസാബ് കാണാൻ സാധിക്കും. അതും അക്കാലഘട്ടത്ത് ഖുറൈശികൾ അതിൽ പണിതു എന്നുള്ള. സുബ്ഹാനല്ലാഹ്.
ഈ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം അവര് പുതുക്കി പണിത സന്ദർഭത്തിൽ അവർ മാറ്റി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ കഅബാലയത്തിലെ ഖുറൈശികൾ പുതുക്കി പണിത സന്ദർഭത്തിൽ വരുത്തിയ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ തികയാത്തത് കാരണം അതിന്റെ കഅബാലയത്തിന് മുൻകാലത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച സന്ദർഭത്തിൽ കഅബയുടെ ഭാഗമായിരുന്ന ഒരു ഭാഗം പുറത്തു വന്നു, അതിനവർ കല്ല് വെച്ച് മാർക്ക് ചെയ്തു. രണ്ടാമതായിട്ട് അതിന്റെ ഹൈറ്റ്, അതിന്റെ 2 ഇരട്ടിയോളം ആ കഅബയുടെ ഹൈറ്റ് അവർ വർദ്ധിപ്പിച്ചു. മൂന്നാമതായിട്ട് ആ ഡോറ് തറയുടെ, അതായത് ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഉയരത്തിലേക്ക് ഡോറ് സ്ഥാപിച്ചു. അതിൽ ഒരു ഡോർ ഒഴിവാക്കി മുന്നിൽ മാത്രം ഡോർ വെച്ചു. നാലാമതായിട്ട് അതിന്റെ ഷേപ്പ് മാറ്റി. ഷേപ്പ് മാറ്റാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ അവര് അതേ രൂപത്തിലാണ് കഅബ അവര് പുതുക്കി പണിതത്. പിന്നീട് 20 വർഷത്തിന് ശേഷം നിങ്ങൾ ചിന്തിച്ചു, അതായത് ഈ സംഭവം, ഈ പുതുക്കി പണിതതിനെല്ലാം ശേഷം ഏകദേശം 10-20 വർഷത്തിന് ശേഷം ഫതഹ് മക്ക സംഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം. ആ മക്ക വിജയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന മനോഹരമായിട്ടുള്ള ഹദീസ് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്ന. ആയിഷ സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസാണ്. ആ ഹദീസ് ആയിഷ റളിയല്ലാഹു, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറി, അതിന്റെ ഒരു സിനോപ്സിസ് ആയിട്ട് ഇത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മക്ക വിജയത്തിന് ശേഷം ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിനോട് ആ ഹിജറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ജദർ, അതായത് കഅബക്ക് പുറത്തുള്ള അവർ കല്ലുകൊണ്ട് മാർക്ക് ചെയ്ത ആ കല്ല്, ഹിജർ ഇസ്മായിൽ, അതിനെ സംബന്ധിച്ച് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഓ പ്രവാചകരെ, അത് കഅബക്കകത്ത് പെട്ടതാണോ? അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, അത് കഅബക്കകത്ത് പെട്ടതാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, ഫമാലഹും ലം യുദ്ഖിലുഹു ഫിൽ ബൈത്ത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് കഅബക്കകത്തേക്ക് ഉൾപ്പെടുത്താത്തത്? അതായത് പുതുക്കി പണിത സന്ദർഭത്തിൽ എങ്ങനെയാണ് അത് പുറത്തേക്ക് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനാവശ്യമായിട്ടുള്ള പണം അന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടിയാണ് ഹദീസിൽ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ചോദിച്ചു, ഫമാ ശഅ്നു ബാബി മുർതഫിഅൻ, അതായത് ആ വാതിലുകൾ, ആ ഉയരത്തിൽ വെച്ചിട്ടുള്ള ആ വാതിലുകൾ ഉയരത്തിൽ വരാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് അവരുദ്ദേശിക്കുന്ന ആളുകളെ പ്രവേശിപ്പിക്കാനും അവരുദ്ദേശിക്കുന്ന ആളുകളെ തടയാനും വേണ്ടി അവർ ചെയ്തതാണ്. അതായത് അവരനുമതി നൽകുന്ന ആളുകൾക്ക് മാത്രം പ്രവേശിക്കാൻ വേണ്ടി അവര് മുകളിലേക്ക് അവർ വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഹദീസിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാനം പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ജനത ജാഹിലിയത്തിൽ നിന്നും അടുത്ത കാലത്താണ് മോചിതരായത്. അതല്ലെങ്കിൽ, അതായത് ഈ കാണുന്ന ജനതയെല്ലാം മക്ക ഫതഹിന്റെ ശേഷമാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇവിടെയുള്ള ആളുകളെല്ലാം അടുത്ത കാലത്താണ് ജാഹിലിയത്തിൽ നിന്ന് മോചിതരായത്. അതല്ലായിരുന്നെങ്കിൽ ഞാനത് പൊളിക്കാൻ കൽപ്പിച്ച് കഅബയുടെ പുറത്തുള്ള ഭാഗം അകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടും വാതിലുകൾ ഭൂമിയോട് ചേർത്ത് വെക്കുകയും ചെയ്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത അതേ രൂപത്തിൽ ഞാൻ അതിനെ മാറ്റി പണിയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് ഹദീസ്. സുബ്ഹാനല്ലാഹ്. അതായത് ഈ ജനതയിൽ ഇപ്പോഴും ജാഹിലിയത്ത്, അതായത് ജാഹിലിയത്തിൽ നിന്ന് അവർ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ഇസ്ലാം സ്വീകരിച്ചാണ് ഭൂരിപക്ഷ ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ, അതായത് ആ കഅബാലയം പൊളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിത് അതേ രൂപത്തിൽ പണിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് ചെയ്യാതിരിക്കാനുള്ള കാരണം പല ആളുകളും അത് ഇസ്ലാം പുതുതായിട്ട് സ്വീകരിച്ച ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ആ ഒരു പ്രവൃത്തി ചെയ്താൽ പല ആളുകളുടെയും മനസ്സിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, സംശയരോഗം ഉണ്ടാക്കും. അതുകൊണ്ട് ജനങ്ങളുടെ ആ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്തുകൊണ്ട് റസൂലുള്ളാഹി അത് നിർവഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതായത് അവിടെ റസൂലുള്ളാഹി മനോഹരാണ്. ഹദീസിന്റെ ആശയം അത്യധികം ആഴത്തിലുള്ള ഹദീസാണ്. അതായത് പല ആളുകൾക്ക്, ആ ജനതയിലുള്ള പല ആളുകൾക്കും കഅബാലയത്തിന്റെ ചരിത്രമൊന്നും അവർക്കറിയില്ല. അവർ കഅബാലയുമായിട്ട് കേവലം വൈകാരികമായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവർ കഅബ വിളിക്കാന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തോ വലിയ സംഭവമായിട്ട് അവർ കാണും. അത് പല സന്ദർഭത്തിൽ അവരുടെ സംശയത്തിനെല്ലാം ഇകവരുത്തും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്തരത്തിൽ ഈമാനികമായിട്ടൊരു പക്വത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രവൃത്തി അത് അതിലുള്ള പല ആളുകളും അത് തെറ്റിദ്ധരിക്കാൻ, ഇതൊരു നെഗറ്റീവ് ഫലം നൽകിയേക്കുമെന്ന് ഭയന്നത് കാരണം ഞാനത് ചെയ്യുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ അതിനെ നിലനിർത്തി. പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഖുലഫാ ഉർ റാഷിദീങ്ങളുടെയും ഭരണകാലത്തിന് ശേഷം ഉമവി ഖിലാഫത്ത് വരാൻ, ഉമവി ഖലീഫമാരുടെ കാലഘട്ടം വരാൻ ഹിജറ 64, അതായത് ക്രിസ്താബ്ദം 683 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അതായത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അദ്ദേഹം ഹിജാസിലെ മക്കയിലെ ഭരണാധികാരിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നുണ്ട്. അതായത്
ആ ചരിത്രം മനസ്സിലാക്കിയിരിക്കുക. അതായത് ഉമവി ഖിലാഫത്തിനെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. നിരവധി പ്രശ്നങ്ങളുണ്ട്. യസീദ് ആയിരുന്ന അക്കാലഘട്ടത്തിലുള്ള ഭരണാധികാരി, അദ്ദേഹം അതിന് യോഗ്യനായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകാതെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് അദ്ദേഹം മക്കയും ആ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം ഭരിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസ് അദ്ദേഹം കാണുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. കഴിഞ്ഞ ഭാഗത്ത് ആ സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായിരുന്ന അവ്വാമിന്റെ മകനായ സുബൈർ ബിൻ അവ്വാം, ആ സുബൈർ ബിൻ അവ്വാമിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ആ ഒരു ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് അവരുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും അവർ ഈ ഹദീസ് കണ്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ആ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതേ മാതൃകയിൽ കഅബയെ അദ്ദേഹം പുതുക്കിപ്പണിഞ്ഞു. എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് മുമ്പ് ഖുറൈശികൾ നിർമ്മിച്ച സന്ദർഭത്തിൽ അവർ വിട്ടേച്ച ആ ഭാഗം, ആ കല്ല് വെച്ച് മാർക്ക് ചെയ്ത സന്ദർഭം, ആ ഭാഗം അദ്ദേഹം കഅബയ്ക്കുള്ളിലേക്ക് ചേർത്ത് ഒരു വാതിലിന് പകരം 2 വാതിലുകളെല്ലാം വെച്ച് അത് ഭൂനിരപ്പിനോട് ചേർത്ത് അദ്ദേഹം ആ കോണിയെല്ലാം ഒഴിവാക്കി ഏതൊരാൾക്കും കടക്കാവുന്ന രൂപത്തിൽ അദ്ദേഹം കഅബയെ പുനഃസൃഷ്ടിച്ചു. അതേ രൂപത്തിൽ അദ്ദേഹം പ്രവാചകൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹം കഅബാലയം പുതുക്കി പണിതു. പക്ഷേ പിന്നീട് ദൗർഭാഗ്യവശാൽ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. യസീദ് മരണപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലഘട്ടത്ത് മക്കയിലുണ്ടായിരുന്ന ക്രൂരനായ അതിഭ്രാന്തനായിരുന്ന ഒരു ഭരണാധികാരി, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായിട്ട് കടന്നുവരുന്ന ഒരു ഭരണാധികാരിയാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി. അദ്ദേഹം അധികാരത്തിന് വേണ്ടി എന്തു തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത അതിക്രൂരനായിട്ടുള്ള ഭരണാധികാരിയാണ്. ഇന്ന് സമാനമായിട്ട് ഇപ്പൊ ബഷാറുൽ ഹസദിനെ പോലെയുള്ള, അതും സമാനമായിട്ട് ഹജ്ജാജിനെ പോലെയുള്ള ഭരണാധികാരികൾ ഇന്ന് നമുക്ക് ഇസ്ലാമിക ലോകത്ത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അദ്ദേഹം ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായിട്ട് മക്കയിൽ വെച്ച് വധിക്കുകയാണ്. അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ മാത്രമല്ല, നിരവധി സ്വഹാബികളിൽപ്പെട്ട നിരവധി ആളുകൾ അദ്ദേഹം വധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വഹാബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ, അദ്ദേഹത്തെ എല്ലാം ഹജ്ജാജ് ബിൻ യൂസുഫ് പിൻകാലത്ത് വധിക്കുന്നുണ്ട്. ആ വധാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തുക. അത് മറ്റൊരു ചരിത്രം. ഏതായിരുന്നാലും അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ സുബൈറിനെ അവിടെ വെച്ചുകൊണ്ട് വധിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ സുബൈറുമായിട്ടുള്ള യുദ്ധത്തിൽ, ആ യുദ്ധത്തിനിടെ കഅബാലയത്തിന് സാരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പീരങ്കി വന്ന് തട്ടി കഅബാലയത്തിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം അതായത് അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ മരണശേഷം അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ അനുമതിയോടുകൂടെ ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി അദ്ദേഹം ആ കഅബാലയത്ത് വീണ്ടും പുനർനിർമ്മിച്ചു. ഏതുപോലെയെന്ന് വെച്ചാൽ ഖുറൈശികൾ, അതായത് മുൻകാലത്ത് ഖുറൈശികൾ ഉണ്ടാക്കിയ അതേ രൂപത്തിൽ അദ്ദേഹം നിർമ്മിച്ചു എന്നുള്ളതാണ്. പിന്നീട് നൂറ്റാണ്ടുകളോളം അതേ രൂപത്തിൽ കഅബാലയം നിലനിന്നു. അതായത് ജാഹിലിയ കാലഘട്ടത്ത് റസൂലുള്ളാഹിന്റെ നുബുവത്തിന് മുമ്പ് ഖുറൈശികൾ പുതുക്കി പണിത അതേ രൂപത്തിൽ അദ്ദേഹം മാറ്റിപ്പണിതു. പിന്നീട് അതേ രൂപത്തിൽ കഅബാലയം ഒരുപാട് കാലം നിലനിന്നു. പിന്നീട് ഉമയ്യ ഖിലാഫത്തിന് ശേഷം അബ്ബാസികളുടെ കാലത്ത് അബ്ബാസി ഖലീഫയായിരുന്ന അൽ മൻസൂർ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ഒരു ചരിത്രമെല്ലാം കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം, അതായത് അന്നത്തെ ഖലീഫ, അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഇമാം മാലിക് ബിൻ അനസ് റഹിമുല്ല, അതായത് അക്കാലഘട്ടത്തിൽ മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഇമാം മാലിക് ബിൻ അനസ് റഹിമുല്ല, അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് അക്കാലഘട്ടത്തെ ഖലീഫ അൽ മൻസൂർ അദ്ദേഹം പോയിട്ട് പറഞ്ഞു, ഓ ഇമാം മാലിക്, നമുക്ക് കഅബാലയം പണ്ട് അബ്ദുല്ലാഹ് ബിൻ സുബൈർ പണിത പോലെ റസൂലുള്ളാഹി ആഗ്രഹിച്ച പോലെ നമുക്കൊന്ന് പുതുക്കി പണിതാലോ. ആ ഒരു കാര്യം ഖലീഫ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാൻ. അത് കേട്ട ഉടനെ ഇമാം മാലിക് റഹിമുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മറുപടി, ചരിത്ര പ്രസിദ്ധമാണ്. ഇമാം മാലിക് റഹിമുല്ല അദ്ദേഹം പറഞ്ഞ മറുപടി, ഇന്നി അക്റഹു അൻ യത്തഖിദഹൽ മുലൂകുൽ മൽഅബ. അതായത് കഅബ മാറി മാറി വരുന്ന രാജാക്കന്മാരുടെ ഒരു കളിപ്പാട്ടമാക്കി മാറ്റാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇന്നി അക്റഹു അൻ യത്തഖിദഹൽ മുലൂകു മൽഅബതൻ, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതായത് മാറി മാറി വരുന്ന ഭരണാധികാരികൾ, ഖലീഫമാര്, അവരുടെ ഒരു കളിപ്പാട്ടമാക്കി കഅബയെ ഉപയോഗിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ അത് അവിടെ നിന്നോട്ടെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള ഫിഖ്ഹ്. അതിനുശേഷം ആ ഒരു കഅബാലയം അത് ഇന്നും അതേ രൂപത്തിൽ നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ, അതായത് ഹജ്ജാജ് ബിൻ യൂസുഫ് സഖഫി അന്ന് പുതുക്കി പണിത അതേ രൂപത്തിൽ ആ ഒരു കഅബയാണ് ഇന്നും അതേ രൂപത്തിൽ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിൻകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഏതായിരുന്നാലും നമ്മളെ ചർച്ചയിലേക്ക് വരാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നുബുവത്തിന് മുമ്പ് അത് പുതുക്കിപ്പണിതു. ആ പുതുക്കിപ്പണിത സന്ദർഭത്തിൽ അവരുടെ ആ തർക്കം പരിഹരിച്ച് ആ പ്രധാനപ്പെട്ട കല്ല് ഹജറുൽ അസ്വദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായിട്ട കൈകളാൽ അത് അവിടെ സ്ഥാപിച്ചു എന്ന്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇനി അവസാനമായിട്ട് ഈ ഒരു സംഭവത്തിലുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഈ ഒരു സംഭവം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ചിന്തിച്ചു, ഈ ഒരു സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി എത്തിച്ച വസ്തുക്കൾ, അതായത് കഅബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി കൃത്യസമയത്ത് ഒരു കപ്പൽ വഴിതെറ്റി, അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ ആ കൃത്യസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കയ്യിലേക്ക് എത്തിച്ച രൂപം സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ തേടിയെത്തും എന്നുള്ള മനോഹരമായിട്ടുള്ള പാഠം. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടൊരു സിംബോളിക്കായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിന്റെ നുബുവത്ത് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ്, അവസാനമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കഅബാലയം തകരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് പുതുക്കിപ്പണിയാണ്. അതായത് ആ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതായത് മറ്റൊരു രൂപത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് കഅബ നിർമ്മിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ ആ സമൂഹം സമ്പൂർണ്ണമായിട്ട് അവര് തകർത്തിരിക്കുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് വീണ്ടും സംരക്ഷിക്കപ്പെടാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പുതുക്കി പണിതത് പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യഥാർത്ഥ അധ്യാപനങ്ങൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുതുക്കി പണിയാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ള സിംബോളിസം. രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു പാഠം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഫൗണ്ടേഷന് മീതെയാണ് അവര് രണ്ടാമത് കഅബ ഉയർത്തിയത്. അതേ രൂപത്തിൽ സമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉടൻ നൽകാൻ പോകുന്ന അധ്യാപനങ്ങൾ, ആ ശരീഅത്ത് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഫൗണ്ടേഷന് മീതെ തന്നെയാണ്. നമുക്കറിയാം, മില്ലത്ത് ഇബ്രാഹിമാണ് നമ്മൾ പിൻപറ്റുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റാൻ കൽപ്പിച്ചതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്താണ്. നമ്മുടെ മതത്തിന്റെ ഫൗണ്ടേഷൻ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായിട്ട് ആ ഒരു പ്രശ്നം വന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കിടയിലും ഒരുപോലെ അവർ മധ്യസ്ഥനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വീകരിച്ചു. റസൂലുള്ളാഹിയിലൂടെ അവർ ആ വ്യത്യസ്ത തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഖുറൈശി ഗോത്രങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു ചിത്രം, മനോഹരമായിട്ടുള്ള ചിത്രമാണ് ആ സംഭവത്തിൽ നമ്മൾ കണ്ടത്. അതായത് അവർ യുദ്ധത്തിന്റെ വക്കിലായിരുന്നു. അതിന് സമാനമായിട്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ പ്രബോധനം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും നമ്മൾ അതിന് സമാനമായിട്ട് അവിടെയും ഖുറൈശികൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഖുറൈശി ഗോത്രങ്ങളെല്ലാം ഇസ്ലാമിന്റെ ബാനറിൽ പിൻകാലത്ത് ഒരുമിക്കാൻ പോകുന്ന മനോഹര ചിത്രമാണ് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, നേരത്തെ കണ്ടു, എല്ലാ ഗോത്രക്കാരും ഒരേ രൂപത്തിൽ അവര് സന്തോഷിക്കുകയാണ്. പ്രവാചകൻ, അതായത് റസൂലുള്ളാഹിക്ക് വേണ്ടി, റസൂലുള്ളാഹിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം പോലെയാണ് അത് അരങ്ങേറിയത്. റസൂലുള്ളാഹിനെ കണ്ട സന്ദർഭത്തിൽ എല്ലാ ആളുകളും ഒന്നടങ്കം ജാ അൽ അമീൻ, വിശ്വസ്തം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. അതേ രൂപത്തിൽ റസൂലുള്ളാഹിനെ അവരെല്ലാം ഒരേ രൂപത്തിൽ അംഗീകരിക്കപ്പെട്ട അതേ ആളുകളാണ് ഒരല്പം കഴിയുന്ന സന്ദർഭത്തിൽ അതേ പ്രവാചകനെ കാഹിനും മജ്നൂനായിട്ടെല്ലാം അവര് പിന്നീട് വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ ഒരു സമയത്തുടനീളം റസൂലുള്ളാഹ് അവർക്കിടയിലുള്ള വിശ്വസ്തനാണ്. റസൂലുള്ളാഹിന്റെ നിർദ്ദേശം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹിന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ അവർക്ക് യാതൊരു വൈമനസ്സുണ്ടായിരുന്നില്ല. അതേ ആളുകൾ പിന്നീട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യവുമായിട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ അവര് നിഷേധിക്കുന്ന ഒരു വിരോധാഭാസമാണ് പല ആളുകളുടെ മീതെ നമ്മൾ കാണേണ്ടി വരുന്നത്. ഈ ഒരു സംഭവത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിലുള്ള സ്ഥാനം, റസൂലുള്ളാഹിന്റെ സ്വഭാവ മഹിമ, റസൂലുള്ളാഹിന്റെ സത്യസന്ധത, അതെല്ലാം ഒരിക്കൽ കൂടെ നുബുവത്തിന് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് കഅബാലയത്തിന്റെ പുനർനിർമ്മാണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് പ്രധാനപ്പെട്ട, അതായത് റസൂലുള്ളാഹിന്റെ നുബുവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 40 വയസ്സാകുന്ന സന്ദർഭത്തിൽ ആ വഹീന്റെ ആരംഭം മുതലുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം, ഇറാ ഗുഹയിലുള്ള സംഭവം മുതൽ അടുത്ത ഭാഗത്ത് നമ്മൾ ആരംഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അടുത്തറിയാനും ആ ജീവിതം ഉൾക്കൊണ്ട് ആ റസൂലുള്ളാഹിന്റെ പാതയിൽ ജീവിച്ച് നാളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.